ഹായ്, എൻ്റെ പേര് ജേക്കബ് ചവണിക്കാമണ്ണിൽ എബ്രഹാം. ഞാനിപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ഒരപ്പച്ചൻ, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരാളായിരിക്കും. പഴയ കാലമായിട്ട് മനോരമയുടെ ഒരു ഏജൻ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഞങ്ങളൊക്കെ ഉണ്ണി അപ്പച്ചൻ എന്ന് വിളിക്കും. അദ്ദേഹത്തിൻ്റെ പേര് ഇട്ടിയവര. അദ്ദേഹം കറുകച്ചാൽ, എനിക്കിപ്പം 62 വയസ്സുണ്ട്. അപ്പം അദ്ദേഹം 62, അതിനൊക്കെ ഒരു 10, 15, 20, 25 വർഷമെങ്കിലും മുമ്പ് ഈ മനോരമയുടെ ഏജൻസി അദ്ദേഹത്തിനുണ്ടായിരുന്നതാണ് എൻ്റെ ഓർമ്മ. ഞങ്ങളൊക്കെ കൊച്ചു പിള്ളേരായിരിക്കുമ്പോൾ തന്നെ അപ്പച്ചനാണ് അവിടെ ആ ഏരിയ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനൊരു സൈക്കിളുണ്ട്. സൈക്കിളുമായിട്ട് അതിരാവിലെ കറുകച്ചാലിൽ ചെന്നപ്പം കോട്ടയത്തു നിന്ന് മനോരമയുടെ പേപ്പറൊക്കെ വരുന്ന, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നത്തെ കാലത്തുള്ള ബസ്സുകളൊക്കെ അതിരാവിലെ വരുന്ന ബസ്സിനൊക്കെ ആയിരിക്കും കറുകച്ചാലിൽ കൊണ്ട് പേപ്പർ കൊടുക്കുന്നത്. അവിടുന്ന് ഏജൻസ് എന്ന് പറഞ്ഞാൽ അധികം ആളുകളൊന്നുമില്ല. അപ്പച്ചനാണ് ആ ഏരിയ മുഴുവൻ കവർ ചെയ്യുന്ന അപ്പച്ചനായിരുന്നു. ഈവൻ കൂത്രപ്പള്ളി, കറുകച്ചാൽ, ചേലക്കൊമ്പ്, മല്ലപ്പള്ളി, പുന്നവേലി, നൂറോമാവ്, അങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം അപ്പച്ചനായിരുന്നു പേപ്പർ കൊണ്ടുവരുന്നത്. അപ്പച്ചൻ ഏജൻ്റ് ആയിരുന്നെങ്കിലും അപ്പച്ചൻ തന്നെയായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്. വളരെ അധ്വാനിയായിട്ടുള്ള ഒരു മനുഷ്യൻ. അതിരാവിലെ 3 മണിക്കൊക്കെ പേപ്പർ കളക്ട് ചെയ്യണമെങ്കിൽ എത്ര മണിക്ക് എഴുന്നേറ്റ് അവിടെ ചെല്ലണമെന്നറിയാം. അത് മഴയാണെങ്കിലും മഞ്ഞാണെങ്കിലും, മഞ്ഞ് പിന്നെ നാട്ടിലധികം ഇല്ല, മഴയാണെങ്കിലും അത് ചെന്നാലേ അത് കളക്ട് ചെയ്താൽ മാത്രമല്ല വീടുകളിലെല്ലാം എത്തിക്കാനൊക്കെ ഉള്ളൂ. അപ്പം ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഏകദേശം രാവിലെ 8 മണിയാകുമ്പോഴായിരുന്നു അപ്പച്ചൻ, അതായത് ചേലക്കൊമ്പ് സൈഡിലൊക്കെ 8 മണിയാകുമ്പോഴായിരുന്നു അപ്പച്ചൻ പേപ്പറുമായിട്ട് വരുന്നത്. ഞാനെപ്പോഴും കണ്ടിട്ടുള്ള അപ്പച്ചനെ ആ സൈക്കിളിലാണ് കണ്ടിട്ടുള്ളത്. അത് ഞാൻ മറ്റു പലരുമായിട്ട് ഞാൻ പ്രായമൊക്കെ ആയതിനു ശേഷം മറ്റു പലരുമായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്, അദ്ദേഹം ഒരു പേപ്പർ മാത്രമേ ഉള്ളെങ്കിൽ കൂത്രപ്പള്ളി വരെ കൊടുക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കും ഹാർഡ്ഷിപ്പും ഒക്കെ നമുക്കൊന്നും ചിന്തിക്കാൻ സാധിക്കുന്ന രീതിയിലല്ല. കാരണം ഇപ്പോഴത്തെ സമയത്ത് എന്തെല്ലാം ഫെസിലിറ്റി ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ എല്ലാവരും നമ്മുടെ മൊബൈലിലൊക്കെ അതിരാവിലെ തന്നെ വാർത്തകളിൽ അപ്പോൾ അറിയുന്നു. പക്ഷെ അന്നത്തെ കാലത്തൊക്കെ വാർത്തകൾ അറിയണമെങ്കിൽ ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, പേപ്പർ കയ്യിൽ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്ന ചില ഇൻസിഡൻസ് ഒക്കെ എന്താണെന്ന് ചോദിച്ചാൽ, ഈ സൺഡേ സപ്ലിമെൻറ്റിൻ്റെ അകത്ത് ഒരു ഫാൻഡം എന്നും പറഞ്ഞൊരു സീരീസ് ഉണ്ടായിരുന്നു. അതുപോലെ അതിൻ്റെ അകത്ത് ചില പ്രത്യേക തുടർ കഥകൾ വരും. സൺഡേ ഒക്കെ മാൻഡ്രേക്ക് ഡെയിലി ഉണ്ട്, ഫാൻഡമാണ് അന്ന് മാത്രമായിട്ടുള്ളത്. അപ്പം എനിക്ക് ഞങ്ങളുടെ വീട്ടിലും എൻ്റെ സിസ്റ്റേഴ്സും ഒക്കെ ഉള്ളത് കൊണ്ട് ഇത് ആദ്യം കിട്ടിയാണ് എല്ലാവരും സപ്ലിമെൻ്റാണ് വായിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അപ്പച്ചനെ കാണാൻ ഞങ്ങൾ സൺഡേ സ്കൂളിൽ പോകണമെങ്കിൽ അതിനുവേണ്ടിയെല്ലാം ഒരുങ്ങിയിട്ട് പേപ്പർ വന്നില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ നൂറോമ എന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയും അത് ചിലപ്പോൾ ഒരു കിലോമീറ്ററൊക്കെ അങ്ങോട്ട് പോയിട്ട് അപ്പച്ചനെ കണ്ട് പേപ്പർ മേടിച്ച് വായിക്കുന്ന ഓർമ്മയൊക്കെ എനിക്കുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും ദുഃഖകരമായിട്ട് ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്ന ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് തോന്നുന്ന കോളേജ് ലൈഫ്, അതായത് ഞാനൊരു പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്താണ്. എക്സാക്ട്ലി ഞാൻ മറന്നുപോയി അപ്പച്ചൻ എന്നാണ് മരിച്ചതെന്ന്. അപ്പച്ചനൊരു വലിയ ആക്സിഡൻറ്റിലാണ് മരിച്ചത്. അപ്പച്ചൻ കറുകച്ചാലിൽ ഈ പേപ്പർ രാവിലെ എടുത്തുകൊണ്ട് അപ്പച്ചൻ കറുകച്ചാലിൽ ഇങ്ങോട്ട് പോരുമ്പോൾ അവിടെ നെടുങ്കുന്നം സൈഡിലുള്ള ഒരു ജീപ്പാണ് വന്ന് അപ്പച്ചനെ ഇടിച്ച് അപ്പച്ചൻ അവിടെ തന്നെ വീണ് മരിക്കുകയായിരുന്നു ഉണ്ടായത്. അപ്പച്ചനൊക്കെ അന്നത്തെ കാലത്ത് ഞങ്ങളെപ്പോലെ, അതുപോലെ ഞങ്ങളെ പിള്ളേരായിട്ടുള്ള എല്ലാവർക്കും വായിക്കാനായിട്ട് ഈ പേപ്പറുകളൊക്കെ വീട്ടിലെത്തിച്ചിരുന്നത്. ഇന്ന് നമുക്ക് ചിന്തിച്ചാൽ അതിൻ്റെ റിലവൻസ് ഒന്നും മനസ്സിലായാലും, പക്ഷേ ഞങ്ങളൊക്കെ അത് മാത്രമാണ്. സ്കൂളിൽ പോകുന്നതിന് മുമ്പേ ന്യൂസ് കിട്ടണമെങ്കിൽ വളരെ കുറച്ച് വീടുകളിൽ മാത്രമേ റേഡിയോ പോലും ഉള്ളൂ. റേഡിയോയിൽ തന്നെ അത് ന്യൂസ് വരുന്ന പ്രത്യേക ടൈമുകൾ മാത്രം, അതിനുവേണ്ടി നോക്കിയിരിക്കണം. പക്ഷേ ഈ പേപ്പറായിരുന്നു അന്നത്തെ കാലത്ത് ഞങ്ങൾക്കൊക്കെ വിജ്ഞാനം പകരാൻ, ലോകത്തിലെ വിവരങ്ങൾ അറിയാനായിട്ടൊക്കെയുള്ള ഏക മാർഗം അതായിരുന്നു. അപ്പോൾ അദ്ദേഹം ചെയ്ത വലിയ ഒരു സേവനം, അദ്ദേഹത്തിൻ്റെ തീർച്ചയായിട്ടും ജീവിതമാർഗമായിട്ടും കുടുംബത്തെ മുന്നോട്ട് നയിക്കാനും ഒക്കെയാണ് ചെയ്തതെങ്കിൽ അത് മറ്റുള്ളവർക്കും സമൂഹത്തിനും അദ്ദേഹം ചെയ്ത വലിയൊരു സേവനം ഇപ്പോഴും
ഓർക്കാതിരിക്കാനൊക്കെയല്ല. അപ്പച്ചനെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം തീർച്ചയായിട്ടും വളരെ അനുഗ്രഹിക്കപ്പെട്ടു. എല്ലാ മക്കളും നല്ല 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 രീതിയിൽ ഉയരങ്ങളിലെത്തുവാൻ സാധിച്ചു. അതൊക്കെ അപ്പച്ചൻ്റെ അതിൻ്റെ പിന്നാലെ അപ്പച്ചൻ്റെ ആ കഠിനമായ പ്രയത്നമുണ്ട് എന്ന് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. ഇപ്പോൾ ഇങ്ങനെ അപ്പച്ചനെ ഓർക്കുവാനായിട്ട് സെന്നി മുഖാന്തരം ഇങ്ങനൊരു അവസരം ഉണ്ടായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താങ്ക് യു. ബാബു, ഒരു കാര്യം ചോദിച്ചാലേ, ആ അപ്പച്ചന്റെ വീട്ടുപേര് ഓർമ്മയുണ്ടോ? ആ അപ്പച്ചന്റെ വീട്ടുപേര് തീർച്ചയായിട്ടും ചവണിക്കാമണ്ണിൽ. ചവണിക്കാമണ്ണിൽ. അദ്ദേഹം എവിടെയായിരുന്നു വീടെന്ന്? അദ്ദേഹത്തിന്റെ വീട് അത് പറയേണ്ട കാര്യമാണ് കേട്ടോ. കാരണം അദ്ദേഹത്തിന്റെ വീട് നെടുങ്കുന്നം നൂറോമാവ് റോഡിൽ വെള്ളിയാമാവ് എന്ന് പറയുന്ന സ്ഥലത്തിന് ശേഷം അവിടുന്ന് സ്വല്പം മുൻപോട്ടാണ് അദ്ദേഹം. അവിടുന്ന് അവിടുന്നൊക്കെ വീട് വിറ്റ് കറുകച്ചാലിൽ പോയി വീട് വാങ്ങി. കറുകച്ചാൽ നമ്മുടെ നെത്തല്ലൂരിനടുത്ത് വീട് വാങ്ങിയതിന് ശേഷമാണ് അപ്പച്ചൻ മരിച്ചത് കേട്ടോ. പക്ഷേ ഒരു കാര്യം പറയാം, ആ സ്ഥലത്തിന്, ആ അപ്പച്ചൻ ജീവിച്ചിരുന്ന ആ വീടിരിക്കുന്ന സ്ഥലത്തിന് ഉണ്ണിപ്പടി എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ശരി. അത് നെടുങ്കുന്നം നൂറോമാവ് റോഡിൽ വെള്ളിയാമാവ് കഴിഞ്ഞ അടുത്ത ജംഗ്ഷൻ ഉണ്ണിപ്പടി എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം വളരെ സ്കിന്നായിട്ട് ഒരു ഒരു കാര്യം ഓർക്കണം, ഡെയിലി നമ്മളൊക്കെ ഇപ്പം ഫിസിക്കലി നമ്മൾ ആക്റ്റീവ് ആയിരിക്കുന്നു, നമ്മൾ എക്സസൈസ് ചെയ്യുന്ന, സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്നു, ജിമ്മിൽ പോകുന്നു. അദ്ദേഹം ഡെയിലി എനിക്ക് തോന്നുന്നു മിനിമം രാവിലെ 3 മണി തൊട്ട് ഒരു 10 മണി വരെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ എത്ര മണിക്കൂറായി സൈക്ലിംഗ് ചെയ്യുന്നത്. അത് നമ്മുടെ അന്നത്തെ അവിടുത്തെ റോഡുകളൊക്കെ തന്നെയല്ല, അതൊന്ന് ചവിട്ടി മുന്നോട്ട് അവിടത്തെ കയറ്റമൊക്കെ അതൊക്കെ എല്ലാം അപ്പച്ചൻ ഡെയിലി. അപ്പച്ചന്റെ മനോരമയുണ്ട്, ദീപികയുണ്ട്, മാതൃഭൂമിയുണ്ട്, ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ട്, ഹിന്ദു ഉണ്ട്, എല്ലാ പത്രങ്ങളുടെ ഏജൻസി ഉണ്ട്. പിന്നെ അതിന്റെ കൂടെ അന്ന് വനിതയൊന്നുമില്ല, ബാലരമ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതെ അതെ. അദ്ദേഹത്തെ എന്റെ ഓർമ്മയുണ്ട്. വീട്ടിൽ വരുമായിരുന്നു, അമ്മയായിട്ടൊക്കെ സംസാരിക്കാൻ, അമ്മ കാപ്പി കൊടുക്കുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം വീട്ടിനകത്ത് കയറത്തില്ല, വാതൊക്കെ നിൽക്കത്തേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, ചില പ്രത്യേക വീടുകളിൽ ചെല്ലുമ്പോൾ അപ്പച്ചന് ദാഹം ഉണ്ടെങ്കിൽ അപ്പച്ചൻ ചോദിച്ചു. ഞങ്ങളുടെ വീട്ടിൽ അവിടെ വരുമ്പോൾ അമ്മച്ചിയെ വിളിച്ചിട്ട്, മോളെ എനിക്ക് കുടിക്കാൻ വെള്ളം വേണമെന്നൊക്കെ അമ്മച്ചി തീർച്ചയായിട്ടും, അപ്പച്ചന് സമയമില്ലെന്നറിയാം, എങ്കിലും ചായയൊക്കെ ഉണ്ടാക്കിയിരിക്കണം, 1:30 അതെ അതെ. അദ്ദേഹത്തെ വീടുകളിൽ ഓർക്കേണ്ട ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ആ കാലത്ത് ആ പേപ്പറിൽ നിന്നാണ് ആൾക്കാർ അപേക്ഷ അയക്കുന്നതും. അത് സത്യത്തിൽ അത് നമ്മുടെ ജീവിതത്തിലൊക്കെ എത്രമാത്രം അഫക്ട് ചെയ്തെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ ഒക്കെയല്ല. പക്ഷെ അത് ഇറ്റ് വാസ് എ റിയൽ ബിഗ് തിങ്. വളരെ പങ്ക്ച്വലായിട്ട് ആ കാര്യം. താങ്ക് യു ബാബു, ഈ കാര്യങ്ങൾ ഷെയർ ചെയ്തതിൽ. നമുക്ക് അടുത്തൊരിലൊക്കെ അദ്ദേഹത്തെ പറ്റി കൂടുതലായിട്ട്. ആ മകൻ എന്താണ് ഒരു പത്മശ്രീ കിട്ടിയെന്ന് പറഞ്ഞു? അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകൻ. അദ്ദേഹം അതിനുശേഷം അപ്പച്ചന്റെ വലിയൊരു ആഗ്രഹം അദ്ദേഹത്തെ അഡ്വക്കേറ്റ് ആക്കണമെന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അഡ്വക്കേറ്റ് ആകണമെന്നായിരുന്നു. പക്ഷേ അപ്പച്ചന് അത് ഇഷ്ടമില്ലായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പച്ചൻ പറയുന്ന അഡ്വക്കേറ്റ്സ് എന്ന് പറയുമ്പോൾ കള്ളമൊക്കെ പറയേണ്ടി വരും, അതുകൊണ്ട് അത് വേണ്ട എന്നുള്ളതായിരുന്നു. എന്നാൽ അദ്ദേഹം അതിനുശേഷം MA കഴിഞ്ഞു. MA ഹിസ്റ്ററി ആയിരുന്നു അദ്ദേഹത്തിനും. അതിനുശേഷം അദ്ദേഹത്തിന് CMS കോളേജിൽ ലെക്ചറായിട്ട് ജോലി കിട്ടി. അദ്ദേഹത്തിന് ശേഷം PhD എടുത്തു. പേരെന്തായിരുന്നു? അദ്ദേഹത്തിന്റെ പേര് ഐസക്. ലാസ്റ്റ് നെയിം ചവണിക്കാമണ്ണിൽ കിട്ടിയവരെ ഹിസ്റ്ററി ആയിരുന്നു. അദ്ദേഹം അവിടുന്ന് CMS കോളേജിൽ നിന്ന് ഹിസ്റ്ററിയുടെ ഡിപ്പാർട്ട്മെന്റൽ ഹെഡായിട്ടാണ് റിട്ടയർ ചെയ്തത്. അതിനുശേഷം നമ്മുടെ കറണ്ട് ഗവൺമെന്റുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷനുണ്ട്. ഹിസ്റ്റോറിക്കൽ ഒരു പബ്ലിക്കേഷനുള്ള ഒരു ഓർഗനൈസേഷന്റെ പുള്ളി ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ചെയർമാനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ എക്സാക്ട് പേര് മറന്നത്. എന്നാൽ ഈ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, കഴിഞ്ഞ ഈ വർഷമല്ല, അതിന് മുമ്പത്തെ വർഷം അദ്ദേഹത്തെ പത്മശ്രീ നൽകി നമ്മുടെ രാജ്യം ബഹുമാനിച്ചു എന്നുള്ള കാര്യം ഒരു വലിയ സംഭവമാണ്. അദ്ദേഹം അത് പല പ്രാവശ്യം അദ്ദേഹത്തിന് അവിടെ ഇവിടെയൊക്കെ ഫെസിലിറ്റേഷനൊക്കെ കിട്ടിയപ്പോൾ അദ്ദേഹത്തെ അപ്പച്ചൻ ചെയ്ത അവർക്ക് വേണ്ടി ചെയ്ത കഷ്ടപ്പാട്, ത്യാഗപൂർണമായ ജീവിതത്തെപ്പറ്റി പലയിടത്ത് ഓർത്തിട്ടുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ ചവണിക്കാമണ്ണിലെ കുടുംബത്തിലാണ്ട് ഞങ്ങളുടെ ചവണിക്കാമണ്ണിൽ കുടുംബയോഗം അദ്ദേഹത്തെ വിളിച്ച് ഞങ്ങൾ ഒരു ആശംസകളൊക്കെ അർപ്പിച്ചായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇളയ ബ്രദർ അഡ്വക്കേറ്റായി, അദ്ദേഹത്തിൻ്റെ വൈഫ് അഡ്വക്കേറ്റാണ്. അവർ എനിക്കൊന്ന് ഹൈക്കോർട്ടിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. താങ്ക് യു ബാബു, ഇത്രയും വിവരങ്ങൾ ഷെയർ ചെയ്തതിൽ. അടുത്തൊരു അവസരത്തിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.
ഹലോ. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ടാണ് ഈ അവസരം എടുക്കാൻ ആഗ്രഹിക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും അതുകൊണ്ട് ഗുണമുണ്ടാകുകയാണെങ്കിൽ എനിക്കത് സന്തോഷമായിരിക്കും. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വളരെ എൻ്റെ പപ്പ എനിക്ക് 9.5 വയസ്സപ്പോൾ മരിച്ചു പോയതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഫിനാൻഷ്യലി ഉള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു പഠിപ്പിസ്റ്റായിട്ടൊക്കെ ആയിരുന്നു അന്ന് അറിഞ്ഞുകൊണ്ടിരുന്നത്. എങ്കിലും മറ്റെല്ലാ ആക്ടിവിറ്റീസിലും ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ ഒത്തിരി സമയം കുത്തിയിരുന്ന് പഠിക്കുകയൊന്നുമില്ലായിരുന്നെങ്കിലും നല്ലൊരു സ്റ്റുഡൻ്റായിരുന്നു, നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ 10th ഞാൻ സെൻറ്റ് ജോൺസ് SJBHS സെൻറ്റ് ജോൺസ് ദി ബാപ്റ്റിസ്റ്റ് ഹൈസ്കൂൾ നെടുങ്കുന്നത്തു നിന്നാണ് പാസ്സായത്. അവിടുന്ന് എനിക്ക് SB കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ അന്നത്തെ ഒരുവിധം പഠിക്കുന്ന കുട്ടികളൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒന്നുകിൽ മെഡിസിന് പോവുക അല്ലെങ്കിൽ എൻജിനീയറിങ്ങിന് പോവുക, അതാണ് അവരുടെ അന്നത്തെ കാലത്തുള്ള ഏക ഓപ്ഷൻ, മെയിനായിട്ടുള്ള ഓപ്ഷൻ. അപ്പം എനിക്ക് കണക്കിനോടും സയൻസിനോടും ഒക്കെ വളരെ താല്പര്യമുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്താണ്. SB കോളേജിലാണ് പഠിച്ചത്. 77 to 79 അവിടെ SB കോളേജിൽ പഠിച്ചപ്പോൾ അവിടെ കോളേജിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനൊരു സ്വല്പം ഉഴപ്പൊക്കെ തുടങ്ങിയായിരുന്നു. എങ്കിലും ഒരുവിധം സാമാന്യം നന്നായിട്ടൊക്കെ പഠിച്ചു. അതിനുശേഷം SB കോളേജിൽ നിന്ന് എൻ്റെ 2-3 ഫ്രണ്ട്സ് ഞങ്ങൾ ഒരു ജീവിതത്തിലെ ഞങ്ങളുടെ വിശ്വാസപരമായ ഒരു തിങ്കിങ് ആയിരുന്നു. അന്നത്തെ കാലത്തൊക്കെ അതൊരു കാത്തലിക് കോളേജായിരുന്നു. അവിടുത്തെ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായ ഒരു അച്ഛൻ പറയുന്ന പല കാര്യങ്ങളും ഞങ്ങൾക്ക് പലപ്പോഴും ദഹിക്കുകയില്ലായിരുന്നു, ഡൈജസ്റ്റ് ചെയ്യാൻ പ്രയാസം. ഞങ്ങൾ യൗവനക്കാരല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്നാൽ ഒരു സ്വല്പം കുറച്ചുകൂടെയൊക്കെ സ്വാതന്ത്ര്യം അനുഭവം. കാരണം SB കോളേജിലെ പ്രിയപ്പെട്ട അച്ഛന്മാരൊക്കെ വളരെ കുഞ്ഞുങ്ങളെയൊക്കെ, പ്രത്യേകിച്ച് എന്നെപ്പറ്റിയൊക്കെ ഈ ഫാദറൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ഒരു പയ്യനാണെന്നൊക്കെ അറിയാമായിരുന്നു. പുളിക്കപ്പുറം അച്ഛനൊക്കെ അറിയാമായിരുന്നുകൊണ്ട് അദ്ദേഹമൊക്കെ ഞങ്ങളിങ്ങനെ ഉഴപ്പാനൊന്നും സമ്മതിക്കില്ല. എവിടെയെങ്കിലും ക്ലാസ് കിട്ടിയത് പോയെങ്കിൽ ഇവിടെ നിന്നാണെങ്കിലും അച്ഛന്മാരൊക്കെ ടീച്ചേഴ്സ് ആരെങ്കിലും കണ്ടാൽ ഉടനെ വഴക്കൊക്കെ പറയുന്ന അവസ്ഥയാണ് അന്നത്തെ കാലത്തൊക്കെ. അപ്പോൾ കുറച്ചുകൂടെ സ്വല്പം കൂടെ ഒരു ഫ്രീഡം വേണമെന്നുള്ള ഒരു തിങ്ങിൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ശ്രീകുമാറും കൂടെ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു ഞങ്ങൾ BSCക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യുന്നില്ല. അതിന് ഞങ്ങൾ CMS കോളേജിൽ അപ്ലൈ ചെയ്തു. അവിടെ ഞങ്ങൾക്ക് കെമിസ്ട്രി മെയിനായിട്ട് കിട്ടി. അവിടെ CMS കോളേജ് ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ഓപ്പൺ എൻവയറമെൻറ്റ്, ഈ ടീച്ചേഴ്സൊന്നും അവിടുത്തെ സാറുമാരെല്ലാം മികച്ച സാറുമാരായിരുന്നെങ്കിൽ തന്നെ ഈ അച്ഛന്മാരെ പോലെ അത്രയും ടൈമൊന്നും കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അവർ കുറച്ച് അവരുടെ വീട്ടിലെ കാര്യങ്ങളും അവരുടെ കുടുംബകാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ പഠിപ്പിക്കുന്ന ടൈമിലും കോളേജ് ടൈമിലൊക്കെ വളരെ സ്ട്രിക്റ്റും, എല്ലാ കുഞ്ഞുങ്ങളെയും കുട്ടികളെയും എല്ലാവരും വളരെ നല്ല രീതിയിൽ നോക്കുകയും പരമാവധി റെസ്പോൺസിബിലിറ്റിയൊക്കെ അവർ ചെയ്യുമെങ്കിലും പിന്നുള്ള ടൈം നമുക്ക് കിട്ടുന്നതുകൊണ്ട്. അതുതന്നെയല്ല, എൻ്റെ ഫ്രണ്ട്സ് അവിടെ ആസ്ക്വിത്ത് ഹോസ്റ്റലിൽ താമസിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ഡേ സ്കോളർ ആയിരുന്നുവെങ്കിലും അവിടുന്ന് ഞങ്ങൾ അവിടെ ഹോസ്റ്റലിൽ ചെന്ന് താമസിക്കുകയും ഹോസ്റ്റലിൽ ഇരിക്കുകയും അവിടുന്ന് ഫിലിമിന് പോവുകയും പിന്നെ ഈ എക്സാമൊക്കെ വരുന്ന ടൈമിൽ ഞാനവിടെ പോയി ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുത്ത് അവിടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി താമസിക്കുകയും ഞങ്ങൾ പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എനിവേ 3 years അവിടെ പഠിച്ചു. ഡിഗ്രി പാസ്സായതിന് ശേഷം എൻ്റെ ഒരു സഹോദരി പെട്ടെന്ന് അവളുടെ വിവാഹം കഴിഞ്ഞ ഉടനെ അവൾക്കൊരു പ്രോബ്ലം ഉണ്ടായി. അവളുടെ പെട്ടെന്ന് അവളുടെ ഹാർട്ടിനുള്ള പ്രോബ്ലം ഉണ്ടായി. അത് ചെക്ക് ചെയ്തപ്പോൾ അവൾക്ക് പേസ് മേക്കർ ഫിറ്റ് ചെയ്യണം, പെർമനൻറ്റ് പേസ് മേക്കർ ഫിറ്റ് ചെയ്യണം. അവിടെ പൾസൊക്കെ ഉള്ളി 15 to 20 ഉള്ളായിരുന്നു. പെട്ടെന്ന് ഡൽഹിയിൽ പന്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ എക്സാമൊക്കെ കഴിഞ്ഞ് റിസൾട്ട് കിട്ടി. അടുത്ത എന്ത് ചെയ്യണം, മാർക്ക് ലിസ്റ്റൊന്നും കിട്ടിയില്ല. അങ്ങനെയുള്ള ആ സമയത്തിരിക്കുമ്പോഴാണ് അങ്ങനെ പെട്ടെന്ന് ഡൽഹിയിലേക്ക് കടന്നു പോകേണ്ടി വന്നു. അന്ന് അതുവരെ KK എക്സ്പ്രസ് എന്നായിരുന്നു നമ്മുടെ ഡൽഹി ട്രിവാൻഡ്രം. അതായത് ഡൽഹി ഒരു ഭാഗം വന്ന് കർണാടകയിലേക്ക് പോകും, ഒരു ഭാഗം കേരളത്തിലേക്ക് വരും. കർണാടക എക്സ്പ്രസ് ആയിരുന്നു. എന്നാൽ 82 October 2 ആദ്യമായിട്ട് കേരള എക്സ്പ്രസ് ഡൽഹിയിലേക്ക് ഓടിയപ്പോൾ ആദ്യത്തെ ആ ട്രെയിനിലാണ് ഞാൻ ഡൽഹിയിലേക്ക് കടന്നുപോയത്. അങ്ങനെ October 2 കേരളത്തോട് യാത്ര പറഞ്ഞ് ഞാൻ ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. October 4 ഉച്ചയായപ്പോൾ ഡൽഹിയിൽ കടന്നു ചെന്നു. അവിടെ ഡൽഹിയിൽ ആക്ച്വലി 82 October 4 തൊട്ട് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ സിസ്റ്ററിൻ്റെ ഓപ്പറേഷൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഓടി നടന്നു. അതിൻ്റെ കൂടെ അന്നത്തെ കാലത്തൊക്കെ പെട്ടെന്ന് ഒത്തിരി പേരും
എന്ത് പറയുന്നു, ഗൾഫിലൊക്കെ പോകാനുള്ള ആഗ്രഹത്തോടു കൂടി കടന്നത്. അപ്പോൾ എൻ്റെ ഒരു ബ്രദർ ദോഹയിലായിരുന്നു. അപ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ അന്നത്തെ കാലത്തൊക്കെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കാര്യമാണ് സ്റ്റെനോഗ്രാഫി പഠിക്കുക. സ്റ്റെനോഗ്രാഫി പഠിച്ച് അദ്ദേഹം പറഞ്ഞു, നീ സ്റ്റെനോഗ്രാഫി പഠിക്കുക, അപ്പോൾ ഇംഗ്ലീഷിലൊക്കെ സാമാന്യം ജ്ഞാനമുണ്ട്, കുറച്ച് സംസാരിക്കാനൊക്കെ അറിയാം, ഇംഗ്ലീഷ് കേട്ടാൽ അറിയാം, എൻ്റെ സ്പെല്ലിങ്സ് അറിയാം, എല്ലാം അറിയാം. അപ്പോൾ എനിക്ക് എൻ്റെ ബ്രദർ എന്നെ കമ്പൽ ചെയ്ത് ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ 8ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ വീട്ടിൽ ഒത്തിരി പൈസ ഒന്നും ഇല്ലെങ്കിലും ഇംഗ്ലീഷ് പേപ്പർ വരുത്തി വായിക്കണം എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പം ദി ഹിന്ദു ആയിരുന്നു ഞങ്ങളവിടെ വരുന്നത്. മനോരമ വരുത്തും, അതിൻ്റെ കൂടെ ദി ഹിന്ദു വരുത്തും. അപ്പം ഞാൻ അതിന് 1 മണിക്കൂറെങ്കിലും ഡെയിലി അത് വായിക്കാറുണ്ടായിരുന്നു. പ്ലസ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആരുമില്ലെങ്കിലും ഞാനത് ഡെയിലി ഒരു 10 വാക്കുകളെങ്കിലും അതിൽ നിന്ന് പുതുതായിട്ട് പഠിക്കുക, അതിൻ്റെ സ്പെല്ലിങ് നോക്കുക, പ്ലസ് അതിൻ്റെ മീനിങ് ആൻഡ് യൂസേജ് അത് പഠിക്കുക എന്നുള്ളത് എൻ്റെ ഒരു താല്പര്യമായിരുന്നു. അപ്രകാരം ഞാൻ പഠിച്ചു. അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ട്, എൻ്റെ പ്രൊനൗൺസിയേഷനൊക്കെ ലേറ്റർ ഓൺ ഞാൻ മനസ്സിലാക്കി പല കാര്യം. കാരണം നമ്മൾ അതിൽ നിന്ന് സ്പെല്ലിങ് നോക്കി വായിച്ചല്ലേ പഠിക്കുന്നത്. പിന്നെ ഇന്നത്തെ പോലെ നമുക്ക് ഡിക്ഷണറി, അന്ന് ഡിക്ഷണറി ഉണ്ട്. അപ്പോൾ എനിക്ക് ക്ലാസ് 4ലും ക്ലാസ് 7ലും ഞങ്ങളുടെ സ്കൂളിലായിരുന്നു ഹയസ്റ്റ് മാർക്ക് കിട്ടിയിരുന്നതുകൊണ്ട് അവിടുന്ന് ഒരു പ്രൈസ് കിട്ടുമായിരുന്നു. അത് ഞങ്ങളുടെ തന്നെ, അത് അവിടെ ഒരപ്പച്ചൻ വെച്ച് ഒരു എൻഡോമെൻറ്റിൻ്റെ ആയിരുന്നു. അതിന് എനിക്ക് 2 പ്രാവശ്യവും കിട്ടിയത് ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി ആയിരുന്നു. അപ്പോൾ എൻ്റെ 2 ഡിക്ഷണറികളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് ഞാൻ 1 മണിക്കൂർ ഞാൻ ഈ പേപ്പറുമായിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഒന്ന് ദി ഹിന്ദു എന്ന് പറയുന്നത് വേരിയസ് സബ്ജക്ട്സിനെ പറ്റിയുള്ള ഹ്യൂജ് ആർട്ടിക്കിൾസ് വരും. പ്ലസ് അന്നത്തെ കാലത്ത് വേറൊരു കാര്യം എന്താ വെച്ചാൽ മുഖപ്രസംഗം. അത് ഒന്നാമത് ഈ മനോരമയുടെ ആണെങ്കിലും ഹിന്ദുവിൻ്റെ അന്ന് 3 സബ്ജക്റ്റിനെ പറ്റി, നാഷണൽ ലെവലിലുള്ള, ഇൻ്റർനാഷണൽ ലെവലിലുള്ള, ലോക്കൽ ലെവലിലുള്ള 3 കാര്യങ്ങളെ പറ്റിയുള്ള ഇത് വരുമായിരുന്നു, എഡിറ്റോറിയൽ വരുമായിരുന്നു. പ്ലസ് മനോരമയിലെ ഇത് വായിക്കുക എന്നുള്ളത് ഒരു നിർബന്ധമായിരുന്നു. പ്ലസ് ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ മുതൽ ഞങ്ങളുടെ സ്കൂളിലെ എന്താ പറയുന്നത്, ഡെയിലി മോർണിംഗിലുള്ള അസംബ്ലിയിൽ ന്യൂസ് റീഡറായിട്ട് ഞാനായിരുന്നു. 5 to 7, 5, 6, 7 ഞാനായിരുന്നു ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അതിലും വലിയൊരു സ്കൂളിലേക്ക് ചെന്നപ്പോൾ അവിടെ കുറച്ചുകൂടെ ഫെസിലിറ്റി ഉണ്ടായിരുന്നു. അവിടെ ആ സിസ്റ്റവും ഇല്ലായിരുന്നു, ന്യൂസ് റീഡിംഗ് എന്നുള്ള സിസ്റ്റം ഇല്ലായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ചെറിയ CMS UP സ്കൂൾ ചേലക്കൊമ്പിൽ ആ സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അത് ഒരു വലിയ അനുഗ്രഹമായിരുന്നു. കാരണം ഇത് രാവിലെ പേപ്പർ വായിച്ചിട്ട് അവിടെ ചെന്ന് നമ്മൾ ഓപ്പണായിട്ട് അത് വായിച്ച് മറ്റുള്ള കുട്ടികളെ കേൾപ്പിക്കണമല്ലോ. അപ്പം നമ്മളത് മെയിനായിട്ടുള്ള ന്യൂസ് നോക്കും, അക്ഷരശുദ്ധി, നമ്മുടെ വാക്കുകളുടെ നമ്മളത് വ്യക്തമായ രീതിയിൽ അവിടെ അവതരിപ്പിക്കണമല്ലോ. ഞാൻ ഈ റീസെൻ്റ്ലി ഞാൻ ഇവിടെ ഹ്യൂസ്റ്റണിലായിരുന്നപ്പം ഞാൻ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച് അദ്ദേഹം ഇവിടെ ഡാലസിൽ ഒരു വലിയ ചർച്ചിൻ്റെ പാസ്റ്ററായിട്ടിരിക്കണം. അദ്ദേഹത്തെ കണ്ടപ്പോൾ ആദ്യം അദ്ദേഹം പറഞ്ഞത്, ജേക്കബ് സി അവിടുന്ന് പോയതിന് ശേഷം ഞാനായിരുന്നു ന്യൂസ് റീഡിങ് വായിക്കുന്നത്. അതൊക്കെ വലിയ അനുഗ്രഹമായിരുന്നു. കാരണം ഇങ്ങനെയുള്ള ഹാബിറ്റ്സ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഇന്നത്തെ കാലത്തെ കുഞ്ഞുങ്ങൾക്ക് അത് എത്ര മനസ്സിലാകുമെന്ന് അറിയത്തില്ല. കാരണം അവർക്ക് പേപ്പർ റീഡിങ് ഇല്ല. പക്ഷെ അവരുടെ കയ്യിൽ എപ്പോഴും ഏത് കാര്യങ്ങൾ ഗൂഗിൾ ചെയ്താൽ ഉടൻ അത് കിട്ടുകയാണ്. അത് പഴയ കാര്യങ്ങളാണ്, 1000 വർഷങ്ങൾക്ക് മുമ്പ്, 500 വർഷങ്ങൾ, ഇന്നലെ, ഇന്ന്, ഇനി നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാം അറിയാം. പക്ഷെ ഞങ്ങളുടെയൊക്കെ കാലത്ത് എൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഹോബി എന്തായിരുന്നു ചോദിച്ചാൽ, എത്ര പഠിക്കണമെന്നുണ്ടെങ്കിലും കുറച്ച് സമയം അത് രാത്രിയിൽ പഠിച്ചതിന് ശേഷം ഞാൻ മാറ്റി വെക്കും. അത് ഡിറ്റക്റ്റീവ്സ് നോവൽസ് വായിക്കുക, പ്ലസ് മറ്റ് നോവലുകൾ വായിക്കുക. അത് ഞങ്ങളുടെ അന്നൊക്കെ പബ്ലിക് ലൈബ്രറി പോയി മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ കിട്ടുകയുള്ളൂ. അതിനുവേണ്ടി കുറച്ച് 3 കിലോമീറ്ററൊക്കെ നടന്നു പോയി എടുക്കണം. അപ്പം എന്നാലും അത് പോയി എടുത്ത്, എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് അവിടെ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. ഞാൻ പോകാതെ, അപ്പോൾ അത്രയും സമയം കളയാതിരിക്കാൻ ഞാൻ പോകാതെ അദ്ദേഹത്തോട് പറഞ്ഞു വിടും. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഒരു ജനറൽ നോളജ് അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഓട്ടോബയോഗ്രഫി, പിന്നെ ഒരു ഡിറ്റക്റ്റീവ് നോവൽ, 2 ബുക്കായിരുന്നു അന്നൊക്കെ ഒരാഴ്ച എടുക്കാനൊക്കെ. അപ്പം പുള്ളി അത് എടുത്തുകൊണ്ട് വരും. പുള്ളി വായിക്കുകയൊന്നും ഇല്ല അങ്ങനെ, എങ്കിലും ഈ നോവലൊക്കെ പുള്ളി വായിക്കും. പക്ഷേ ഈ ഓട്ടോബയോഗ്രഫി ഒന്നും അത്രയും താല്പര്യം. പക്ഷെ നമുക്കത് മഹാന്മാരെ പറ്റി അറിയാനും, കാരണം അന്നത്തെ കാലത്ത് ഇതറിയാൻ വേറെ യാതൊരു മാർഗവുമില്ല. നമ്മൾ ഈ ഒന്നുകിൽ ബുക്കുകൾ വായിക്കുക, പ്ലസ് പേപ്പറുകളിലൊക്കെ വരുന്ന ലേഖനങ്ങൾ വായിക്കുക, അങ്ങനെയൊക്കെ മാത്രമേ നമുക്ക് ജനറലായിട്ടുള്ള നോളജ് കിട്ടുകയുള്ളായിരുന്നു.
ഇന്നത്തെ കാലത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ ദൈവം കൊടുത്തിരിക്കുന്ന അനുഗ്രഹം അത് വലിയതാണ്. പക്ഷേ ഞങ്ങൾ ഈ രണ്ട് സംഗതികളും കാണാൻ ഞങ്ങളുടെ തലമുറയ്ക്ക് ഒരു വലിയ അനുഗ്രഹം ലഭിച്ചു എന്നുള്ള ഒരു അഡീഷണൽ അനുഗ്രഹം പ്രാപിച്ച ഒരു തലമുറയാണ് ഞങ്ങൾ. കാരണം ഞങ്ങൾ ആ പഴയ ആ ടെക്നോളജിയുടെ വളർച്ച ഒരു സൈഡിൽ നിന്ന് ഇവിടം വരെ എത്തിയിരിക്കുന്നു. ഞങ്ങൾക്കൊന്നും അത്രയൊന്നും ഞങ്ങൾ ടെക്നോ സേവിയൊന്നും അല്ലെങ്കിലും ഇതൊക്കെ കാണാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിച്ചു എന്നുള്ള ഒരു വലിയ കാര്യമാണ്. ഡൽഹിയിൽ വന്ന് എൻ്റെ ജീവിതം ഒരു ഒരു മിക്സഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ സന്തോഷവും സുഖവും സമാധാനവും എന്നാൽ പ്രശ്നങ്ങളുടെ ഒരു ലൈഫായിരുന്നു. പക്ഷേ ദാറ്റ് ടൈം ആക്ച്വലി മെയ്ഡ് മീ അത് എനിക്ക് അവിടെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു, പല കാര്യം. അതൊക്കെ എൻ്റെ ഈഗോയുടെയും എൻ്റെ അന്നത്തെ അറിവില്ലായ്മയുടെയും ഒക്കെ ആയിരുന്നു ഞാൻ ഓർക്കുന്നു. ഞാൻ മറ്റുള്ളവരുടെ ആരുടെയും ഹെൽപ്പൊന്നും മേടിക്കാതെ സ്വയമായിട്ട് മാത്രം കാര്യങ്ങളൊക്കെ നേടണമെന്നുള്ള ആഗ്രഹമുള്ളതായിരുന്നു. എങ്കിലും അതിന് ഞാൻ സ്ട്രൈവ് ചെയ്തു. കുറച്ച് ഹാർഡ്ഷിപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അൾട്ടിമേറ്റ്ലി എനിക്ക് ഒരു എക്സാം ഞാൻ ആകെപ്പാടെ ആ ടൈമിൽ ഞാൻ പലരോടും പറയും എൻ്റെ ലൈഫിൻ്റെ ഏറ്റവും മികച്ച ഒരു 3 വർഷക്കാലം ഞാൻ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഹാർഡ്ഷിപ്പിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അത് എൻ്റെ തന്നെ ചെയ്തികളുടെ ഒരു റിസൾട്ടായിരുന്നു. ഞാൻ ഈഗോയൊക്കെ ഒന്ന് മാറ്റി വെച്ച് ചില കാര്യങ്ങൾ ഹെൽപ്പൊക്കെ എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ അതിലൊക്കെ ഈസി ആയിട്ട് നടന്നേനെ. പക്ഷേ എങ്കിലും അത് ഒരു എക്സാം എനിക്ക് എഴുതാൻ സാധിച്ചുള്ളൂ. ഞാൻ ആ എക്സാം പോയി എഴുതി. SSCയുടെ ഒരു എക്സാം ആയിരുന്നു അത് ഞാൻ അന്ന് സ്റ്റേറ്റ് സർവീസ് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് സർവീസ് ഓപ്റ്റ് ചെയ്യുക. അതിൽ എക്സ് എന്നുള്ള ഒരു ഭാഗം അതാണ് ഓപ്റ്റ് ചെയ്തത്. അത് ആക്ച്വലി ഡൽഹി സ്റ്റേറ്റിൻ്റെ അല്ല, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആയിരുന്നു. അതിൽ ഞാൻ ഓപ്റ്റ് ചെയ്തത് ഫോറിൻ സർവീസ് ബി എന്നുള്ള ബ്രാഞ്ചിലേക്കായിരുന്നു. ദൈവകൃപയാൽ എനിക്കന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 16ാമത്തെ റാങ്കായിരുന്നു. അത് കിട്ടി. അതിൽ എനിക്ക് ഇന്ത്യൻ ഫോറിൻ സർവീസിൽ ബി ബ്രാഞ്ചിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം ലൈഫ് ദൈവത്തിൻ്റെ കൃപയാൽ 6 രാജ്യങ്ങളിൽ 7 ഇന്ത്യൻ മിഷനുകളിൽ വർക്ക് ചെയ്യാൻ സാധിച്ചു. അതിൽ US-ൽ 2 പ്രാവശ്യം എംബസി ഓഫ് ഇന്ത്യ വാഷിങ്ടണിലും കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ ഹ്യൂസ്റ്റണിലും വർക്ക് ചെയ്യാൻ സാധിച്ചു. അതൊക്കെ ദൈവം ചെയ്ത വലിയ വലിയ അനുഗ്രഹമാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ പുറകിൽ ഞങ്ങളൊക്കെ ചെറിയ കാലത്ത് ഞങ്ങൾ പഠിക്കുകയും ഞങ്ങൾ അധ്വാനിക്കുകയും ചെയ്തു. അന്നത്തെ ഇത്രയും ഫെസിലിറ്റി ഒന്നും ഇല്ലായിരുന്നെങ്കിലും ഉണ്ടായിരുന്ന ഫെസിലിറ്റിയൊക്കെ ഞങ്ങൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പല രാജ്യങ്ങളിൽ പോകുവാനും പല കൾച്ചർ കാണുവാനും ഒക്കെ ഒരു ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ കരുതുന്നു. അതൊക്കെ തന്ന ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ജീവിതത്തിൽ കൂടി കണ്ടുപോയ എൻ്റെ റിലേറ്റീവ്സ്, എൻ്റെ ഫ്രണ്ട്സ്, എന്നെ ഹെൽപ്പ് ചെയ്തവർ, അങ്ങനെ എല്ലാവരെയും ഞാനിപ്പോൾ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് എൻ്റെ അമ്മച്ചിയുടെ ആങ്ങളയുടെ മക്കളെ, എൻ്റെ പപ്പായുടെ ഫാമിലിയിലുള്ള പ്രിയപ്പെട്ട പലരും എന്നെ പലപ്പോഴും എൻകറേജ് ചെയ്യുകയും പല ഉപദേശങ്ങൾ നൽകി തരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരെയൊക്കെ ഞാൻ ഓർക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ബാബു. ഈ കോളേജ് പഠനം പറഞ്ഞ സ്ഥിതിക്ക് ഈ ചങ്ങനാശ്ശേരി SB കോളേജിൽ 2 വർഷം ഡേ സ്കോളറായിരുന്നു. CMS കോളേജിലും 3 വർഷം ഡേ സ്കോളറായിരുന്നു. രാവിലത്തെ ബസ്സിന് പോകും, വൈകിട്ട് തിരിച്ചു. ഈ സമയത്ത് കോളേജിലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലോ ലൈബ്രറിയിലോ ഒക്കെ പോകാൻ സമയം കിട്ടുമായിരുന്നു? ഞങ്ങൾ ചെയ്യുന്നത് രാവിലെ ഞങ്ങളുടെ ഇവിടുന്ന് 8 മണിക്കൊരു ബസ്സുണ്ട്. അതപ്പോൾ ഈ സമയത്ത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വില്ലി, അത് സെന്നി അറിയുന്നയാൾ, സെന്നിയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ സീനിയറായിട്ട് പഠിച്ചതാണ്. ഞങ്ങൾ അവിടെ 9 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8:45 ആകുമ്പോൾ അവിടെ ചെല്ലും. അന്ന് 10 മണിക്കേ ഉള്ളൂ ക്ലാസ്. അപ്പോൾ 8:45 ചെന്ന ഉടനെ ഞങ്ങൾ നേരെ വില്ലി ഞാനും ഞങ്ങൾ കുറച്ച് പേരുണ്ട്. ഞങ്ങൾ നേരെ അവിടുന്ന് SB കോളേജ് ചെന്ന ഉടനെ ലൈബ്രറി പോകും. ലൈബ്രറി നേരെ പോയി അവിടെ പോയി പേപ്പർ വായിക്കും. പിന്നെ വില്ലിക്കും ക്രിക്കറ്റിലൊക്കെ ഒത്തിരി ഭ്രമമുള്ള ആളായിരുന്നു. അപ്പം ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അവിടെ ഇരുന്ന് സംസാരിക്കാനൊന്നും ഒക്കുകയല്ലെങ്കിലും ഞങ്ങളൊരു കോർണറിൽ പോയി ഇരുന്ന് പേപ്പർ വായിക്കും, ബുക്കുകൾ വായിക്കും. പിന്നെ ഈ ഇടയ്ക്ക് ടൈം കിട്ടും. പിന്നെ ക്ലാസ്സുകളൊക്കെ ഇല്ലാത്ത സമയത്തൊക്കെ നമ്മൾ അതിന് പോകുമായിരുന്നു. SBയിൽ വെച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നും സമയമില്ല. ഏതെങ്കിലും കോളേജ് ഡേക്കോ വല്ലതും രാത്രിയിലെ പ്രോഗ്രാമിന് വന്നിട്ടുണ്ടോ? അവിടെ SBയിലില്ല. പക്ഷേ CMS കോളേജ് ഞങ്ങൾ കുറച്ചധികം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. 2 കോളേജിലെ കമ്പാരിസൺ ഒന്ന് ചെയ്താലേ, SB കോളേജിൽ ഒരു ഭയങ്കര ലിറ്ററസി, പുരാതന കോളേജാണ്. CMS അതിനേക്കാളും. എന്നാൽ അക്കാഡമിക് ലെവലിൽ ഒരു സ്റ്റുഡൻറ്റിന് അച്ചീവ് ചെയ്യാവുന്ന എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ടോ? അതോ സെയിം? രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷെ SBയിലെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഈ
ജീവിതം ഇതിനു വേണ്ടി അങ്ങ് സമർപ്പിച്ച അധ്യാപകരാണല്ലോ പകുതി പേരും, അച്ഛന്മാരെ. അവർക്ക് പിന്നെ അവരുടെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കൊരു ടൈം ലിമിറ്റ് ഇല്ല. അവരേത് സമയത്തും അവരിതിനു വേണ്ടി ആഗ്രഹിക്കുന്നു. അപ്പോൾ അവർക്ക് ചില കുഞ്ഞുങ്ങളെ പറ്റി കൺസേൺ ഉണ്ടെങ്കിൽ, ചില കുഞ്ഞുങ്ങളെ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി കൂടുതൽ അവരെ ഫോഴ്സ് ചെയ്യും. അവരെ പ്രത്യേകിച്ച് അവരോട് അവരെ എന്താ പറയുന്നത്, അവർക്ക് ഹെൽപ്പൊക്കെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അത് അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷെ CMS കോളേജിലും വളരെ സെയിം ആയിരുന്നു. കാരണം അതൊക്കെ വളരെ എത്രയോ മഹാന്മാരായിട്ടുള്ള മനുഷ്യന്മാരെ പടച്ചുവിട്ട വിദ്യാലയങ്ങളാണല്ലേ. അപ്പോൾ അതിൻ്റെ തന്നെ നമ്മൾ അവിടെ 2 കോളേജുകളുടെയും എൻവയറമെൻറ്റിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ആ അറ്റ്മോസ്ഫിയർ തന്നെ ഒരു ഇൻസ്പയറിംഗ് ആണ്. കാരണം അവിടുന്ന് തന്നെ പോയി എത്രയോ മഹാന്മാരായിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ അവരെ പറ്റിയൊക്കെ ടീച്ചേഴ്സൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ അത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന വളർന്നു വരുന്നവർക്ക് അത് ഇൻസ്പിറേഷൻ ആയിട്ടിരിക്കും. നമ്മുടെ ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു ആഗ്രഹം കിടക്കും, സംതിങ് എന്നുള്ളത്. അതൊക്കെ തീർച്ചയായിട്ടും ഒരു വലിയ അനുഭവമാണ്. SB കോളേജ് ഒരു മെയിൽ ഓറിയന്റഡ് കോളേജാണ്. അവിടെ ഗേൾസ് ഇല്ല, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷന് മാത്രം 5-6. എന്നാൽ CMS കോളേജ് അങ്ങനെ അല്ല. കോട്ടയം ടൗണിലെ ഒരു എല്ലാ ആർഭാടമുള്ള കോളേജാണ്. എന്താണ് അവിടെ ഈ 2 കോളേജ് തമ്മിലുള്ള പഠനത്തിലുള്ള വ്യത്യാസം? പഠനത്തിൽ സന്നി നമ്മളൊക്കെ ആ ടൈമാണ് ആദ്യം ഓർക്കേണ്ടത്. നമ്മളെല്ലാവരും ഒരു 17 മുതൽ 24 വയസ്സ് അല്ലെങ്കിൽ 22 വയസ്സ് 23 വയസ്സൊക്കെയുള്ള അവസ്ഥയാണ്. അവിടെ അന്ന് നമ്മുടെ ആക്ച്വലി ലൈഫിനെ കുറിച്ചുള്ള ഒരു ആഗ്രഹങ്ങൾ, ലൈഫിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് എയിമുള്ള വളരെ കുറച്ച് പെർസെൻറ്റേജ് ആളുകളെ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരു യുവാവ് എന്ന നിലയിൽ നമുക്ക് സിനിമ കാണണം. അത് തന്നെയല്ല, അന്നത്തെ കാലത്തൊക്കെ ഇന്നത്തെ പോലെ ഈ TV ഒന്നും ഇല്ലാത്തതുകൊണ്ട് സിനിമയൊക്കെയാണ് മെയിനായിട്ട് ആളുകളെ ആകർഷിക്കുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നു ഭരതന്റെ സിനിമ എന്നൊക്കെ, പത്മരാജന്റെയും ഭരതന്റെയും സിനിമ എന്നൊക്കെ പറഞ്ഞാൽ അത് ചിന്തിക്കാനൊക്കെ. അതെ, ഞങ്ങളുടെ കെമിസ്ട്രി ബാച്ചിൽ 13 ബോയ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 28 പെൺകുട്ടികളാണെന്ന് എൻ്റെ ഓർമ്മ. അതോ 30 ആയിരുന്നു, ഞാൻ എക്സാക്ട്ലി ഓർക്കുന്നില്ല. 13 ഒരു 8 പേര് ഒരുമിച്ച് എല്ലാവരും കൂടെ ക്ലാസ് കട്ട് ചെയ്ത് പോയി ഫിലിം കാണുമായിരുന്നു കേട്ടോ. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് കഴിഞ്ഞിട്ട് ഇവരെല്ലാം പോയിരുന്ന് പഠിക്കുമായിരുന്നു. ഇപ്പം ടൈം കിട്ടും അവർ ലൈബ്രറി പോകുമോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ആസ്ക്വിത്തിൽ ഞങ്ങളുടെ 2-3 ഫ്രണ്ട്സ് താമസിക്കുന്നുണ്ടായിരുന്നു. അവരുടെ റൂമുകളിൽ പോയിരുന്നു ഉഴപ്പമായിരുന്നു, പക്ഷെ പഠിക്കുകയും ചെയ്യുമായിരുന്നു. ഈ 2 കോളേജുകളിൽ എടുത്താൽ ഇന്ന് ഈ 2024 ബാബുവിനെ അറിയാവുന്ന, അല്ലെ ബാബു വിളിക്കുന്ന സ്റ്റുഡൻസ് അന്ന് ക്ലാസ്സിലുണ്ടായിരുന്ന ക്ലാസ്മേറ്റ്സ് ആയിരുന്നു ആരെങ്കിലും ഉണ്ടോ? അവരേത് ലെവൽ വരെ എത്തിയിട്ടുണ്ട്? ഞങ്ങളുടെ ആക്ച്വലി 82 കെമിസ്ട്രി ബാച്ച് എന്നും പറഞ്ഞൊരു ബാച്ച് ഞങ്ങളത് ഫോം ഉണ്ട് അല്ലേ? ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലെ ഓൾമോസ്റ്റ് ഒരു 10-15 പേര് വളരെ ആക്റ്റീവാണ്. അത് മെമ്പേഴ്സായിട്ട് പലരും ഉണ്ടെങ്കിൽ 15 പേര് ആക്റ്റീവാണ്. അതിൽ LIC-യിൽ നിന്ന്, SBIയിൽ നിന്ന്, ഞാനാണെങ്കിൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ നിന്ന്, പിന്നെ പലരും. എൻ്റെ ഒരു ഫ്രണ്ട്, അദ്ദേഹം ആക്ച്വലി അവിടുന്ന് BSc കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നോർത്ത് ഈസ്റ്റിലൊക്കെ പോയി. അദ്ദേഹം അവിടുന്ന് ലണ്ടനിൽ പോയി, ഇപ്പോൾ UK-യിൽ പ്രൊഫസറായിട്ടിരിക്കുന്നു. ഓക്കെ, ഡോക്ടർ ബില്ലി. പിന്നെ ഒരു ഫ്രണ്ട് സൂസൻ ഇവിടെ നമ്മുടെ LA-യിൽ. സൂസൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ PhD എടുത്തോട്ട് യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. സൂസൻ മാസ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞ് അവിടെ LA-യിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഐസക് എന്ന് പറയുന്ന കുവൈറ്റൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം ഇപ്പം കാനഡയിലുണ്ട്. ഒരു ഇബ്രാഹിം ബാബു, അദ്ദേഹം മിനിസ്ട്രി ഓഫ് ലേബറിലായിരുന്നു. ഞങ്ങളുടെ ബാച്ചിൽ നിന്ന് അന്ന് ആ വർഷമാണ് ആക്ച്വലി ആദ്യമായിട്ട് ഓപ്പൺ എൻട്രൻസ് എക്സാം കൊണ്ട് എഞ്ചിനീയറിംഗിൽ കിട്ടിയിരുന്നു. അതായത് ഇബ്രാഹിം ഗ്രാജുവേഷന് ശേഷം അന്ന് ഓപ്പൺ തുടങ്ങിയത്. അപ്പം ഇബ്രാഹിം ബാബു അദ്ദേഹം അത് എഴുതി, അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹം കോഴിക്കോട് റീജിയണൽ REC കോഴിക്കോടിൽ നിന്നാണ് സിവിൽ എഞ്ചിനീയറിംഗ് എടുത്തു. അദ്ദേഹം അതിനുശേഷം മിനിസ്ട്രി ഓഫ് ലേബറിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം
സെൻട്രൽ ഡിപ്പാർട്ട്മെന്റ്, സെൻട്രൽ ഗവൺമെന്റ്. അവിടുന്ന് അദ്ദേഹം റിട്ടയർമെന്റ് ഒക്കെ എടുത്ത് VRS ഒക്കെ എടുത്ത് സ്വന്തമായിട്ട് പിന്നെ ഇത് ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ഒക്കെ എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മയാണെങ്കിൽ ഗൾഫിൽ എവിടെയായിരുന്നു. അതിനുശേഷം തിരിച്ചു വന്നിപ്പം ഇപ്പോഴും അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് കോഴിക്കോട് അവിടെ ഒരു അതിൻ്റെ ഒരു പ്രത്യേക അവരുടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അവിടെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ എല്ലാവരും ഒരു ലെവലിലെത്തി. കെമിസ്ട്രിയിലുള്ളവരൊന്നും അങ്ങനെ ഡ്രോപ്പ് ഔട്ട് ആയില്ല. തീർച്ചയായിട്ടും ഈ ആന മെലിഞ്ഞാലും തൊഴുത്തിൽ കെമിസ്ട്രി ഒരു വാല്യൂ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. ബാബു ഇത്തരം വിവരങ്ങൾ ഇതുകൊണ്ടൊന്നും ഒരു കലാലയ ജീവിതത്തിലെ കഥകളാവുന്നില്ല എങ്കിൽ പോലും വളരെ ഷോർട്ട് ടൈമിലായതുകൊണ്ടേ നമുക്ക് ഇതിവിടെ നിർത്താം. അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കൂട്ടുകാരെ പറ്റി സാർമാരെ പറ്റി പറയാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞാനൊരു കാര്യം കൂടി ഇപ്പോൾ ഇനിയും പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ പ്രീ ഡിഗ്രി ഒക്കെ ആ ലെവലിലായിരുന്നപ്പോൾ ക്രിക്കറ്റ് എന്നുള്ള ഭ്രാന്ത് ഞങ്ങളുടെയൊക്കെ തലയിലേക്ക് കയറി വന്നു. എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെറുപ്പത്തിൽ മുതൽ ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് പഠിക്കുകയും ഒരുമിച്ച്, അദ്ദേഹം ഞങ്ങളുടെ ഏറ്റവും അടുത്തൊരു നെയ്ബറായിരുന്നു, പ്രഭാകരൻ എന്ന് പറയും. ഞങ്ങൾ രണ്ടും കൂടാണ് എപ്പോഴും എവിടെ നോക്കിയാലും ഞാനും പ്രഭാകരനും ഒരുമിച്ച് എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നു. പ്രഭാകരൻ നല്ലൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം കേരള പോലീസിൽ കണ്ണൂരിൽ നിന്ന് DYSP ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. കണ്ണൂർ ക്രൈം ബ്രാഞ്ചിൽ നിന്ന് DYSP ആയിട്ട് റിട്ടയർ ചെയ്ത് ഇപ്പോൾ അമ്പലപ്പുഴ സ്വസ്ഥമല്ല, അദ്ദേഹം വളരെ ആർട്ടിസ്റ്റിക് കഴിവുകളൊക്കെ ഉള്ളതാണ്. അദ്ദേഹം തബല വായിക്കും, ഹാർമോണിയം, എനിക്ക് തോന്നുന്നു ഈവൻ വലിയ വലിയ സംഗീതജ്ഞരുടെ കൂടെ, പ്രത്യേകിച്ച് അവരുടെ കേരള പോലീസിൻ്റെ ബാൻഡിൻ്റെയൊക്കെ അവരുടെ ട്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ എപ്പോഴും അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്യായിരുന്നു. ഇപ്പോൾ റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞ് പലപ്പോഴും വിളിക്കുമ്പോൾ കണ്ണൂരിൽ മാസത്തിലൊരു 4-5 പ്രോഗ്രാം ഉണ്ടെന്ന് പറയുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടാണ് ഞങ്ങളുടെ ചേലക്കുമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യമായിട്ട് ക്രിക്കറ്റ് കളി സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഞങ്ങൾക്ക് അവിടെ പിച്ചൊന്നുമില്ല. ഞങ്ങൾ അവിടുത്തെ റോഡെന്ന് പറഞ്ഞാൽ ഒരു മെറ്റലൊക്കെ നിറഞ്ഞിരിക്കുന്ന റോഡുകളാണ്, അവിടെയൊക്കെയായിരുന്നു ഞങ്ങൾ കളിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ബോളൊന്നും മേടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് പ്രഭാകരൻ തടി കടഞ്ഞ് എടുത്ത ബോളായിരുന്നു. അതുപോലെ ബാറ്റ് ഉണ്ടാക്കാൻ പ്രഭാകരൻ തടി കടഞ്ഞ്, ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു ബ്ലാക്ക് സ്മിത്ത് ആയിരുന്നു. പ്രഭാകരൻ കാർപ്പൻട്രി നന്നായിട്ട് ചെയ്യുമായിരുന്നു. അദ്ദേഹം അത് സൈഡ് ബൈ സൈഡ് ചെയ്ത് ഒത്തിരി പൈസ ഒക്കെ അങ്ങനെ ഉണ്ടാക്കുമായിരുന്നു. കാരണം ഞങ്ങളുടെ അവിടെ നെടുങ്കുന്നം പെരുന്നാളെന്നും പറഞ്ഞൊരു വലിയ അവിടെ ഒരു മാസത്തെ ഉത്സവം, ഒരു മാസത്തെ ഞങ്ങളുടെയൊക്കെ ടൈമിൽ സ്കൂളിൽ നിന്ന് തന്നെ ഒരാഴ്ച 10 ദിവസമൊക്കെ അവധിയായിരുന്നു. അവിടെ ഹ്യൂജ് മാർക്കറ്റായിരുന്നു. അന്നത്തെ എല്ലാ ആളുകളും ഫർണിച്ചർ ഐറ്റംസ് ഒക്കെ മേടിക്കുന്ന അന്ന് അവിടെയാണ്. ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആയിരുന്നു. അപ്പം പ്രഭാകരന് ഒരു BSc ഒക്കെ കഴിഞ്ഞ ടൈമിൽ അദ്ദേഹം BSc കഴിഞ്ഞ് ജോലി കിട്ടുന്നതിന് മുമ്പേ പിന്നെ അദ്ദേഹം B.Ed പഠിക്കാൻ പോയി. അതിൻ്റെ ഇടയ്ക്ക് കിട്ടിയ സമയത്ത് ഈ അലമാരകളും അങ്ങനെ പല പല ഫർണിച്ചർ ഐറ്റംസ് ഉണ്ടാക്കി നെടുങ്കുന്നത്ത് വിൽക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഞങ്ങൾ ഈ ക്രിക്കറ്റ് ഭ്രാന്ത് മൂത്ത് ഞങ്ങൾ ഇത് കളിക്കുന്നത് കാണുമ്പോൾ ആളുകളൊക്കെ അവിടെ റോഡിൽ പോകുന്നവരൊക്കെ നോക്കി നിൽക്കും. ഇതെന്തോ കളിയാണെന്ന് അന്ന് നാട്ടിലൊന്നും ആർക്കും അറിയത്തില്ല. അതിനുശേഷം ഞങ്ങളുടെ തന്നെ ഒരു കസിൻ്റെ വീട് പറമ്പുണ്ട്, അത് ഞങ്ങൾ കുറച്ചൊക്കെ നിരത്തിട്ട്, അതൊരു റോഡാണ്, പബ്ലിക് റോഡല്ല, അവിടെ ഞങ്ങൾ പിച്ചുണ്ടാക്കി അവിടെ ആയിരുന്നു ഞങ്ങൾ കളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്രിക്കറ്റ് ടീമിൽ കയറി കളിക്കണമെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമാണ്. അപ്പം അന്ന് അതിനുള്ള ആരോഗ്യമോ പണമോ സാമ്പത്തികമായിട്ടുള്ള ഇതൊന്നും ഇല്ല. പിന്നെ ഉള്ള ഇത് കൊണ്ടൊക്കെ ഞങ്ങൾ കറുകച്ചാൽ NSS ഗ്രൗണ്ടിൽ, ഇന്നത്തെ NSS ഹോസ്പിറ്റലിൻ്റെ താഴെ അന്ന് അതൊരു ഗ്രൗണ്ടായിട്ട് കിടക്കുകയാണ്. പ്രത്യേകിച്ച് ഈ സ്കൂളുകളുടെ മീറ്റുകളൊക്കെ അവിടെ നടക്കുന്നതാണ്. അത് വലിയൊരു ഗ്രൗണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളി ഉണ്ടെന്ന് കണ്ട് പ്രഭാകരനൊരു സൈക്കിളുണ്ട്, അത് മിക്കവാറും ഇവിടെ പോകുമ്പോൾ ആ സൈക്കിളിൻ്റെ പുറകിൽ ഞാൻ കാണും. അപ്പോൾ ഞങ്ങളൊരു ദിവസം, എന്നാൽ ഞായറാഴ്ച ഒരു ദിവസം ഞങ്ങൾ അവിടെ പോയി. അവിടെ ചെന്ന് ഞങ്ങൾക്ക് ക്രിക്കറ്റ് കളി അറിയാവുന്ന അവിടെ നിന്ന് ഇമ്പ്രസ് ചെയ്യണ്ടേ. അപ്പം ഞങ്ങളെ ബൗണ്ടറി ലൈനിന് വെളിയിലിരുന്ന് ഞങ്ങളിങ്ങനെ ക്രിക്കറ്റിലെ ഓരോ പ്രതിഭകളെ പറ്റിയും നമ്മൾ ഈ പേപ്പറിലൊക്കെ വായിച്ച് കിട്ടിയ അറിവുകളെ പറ്റിയും, പിന്നെ കവർ ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ല എന്താണെന്ന്, കാരണം ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. അത് പേപ്പറിൽ വായിച്ച് കവർ ഡ്രൈവ്, ലോങ് ഓൺ, ലോങ് ഓഫ്, ഇതൊക്കെ നമ്മളത് വായിച്ച് അപ്പോൾ ഈ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഉള്ളത് ജെയിംസ്, ബ്ലസൻ, ജിയോ,
ജിയോയുടെ ബ്രദർ ചെറിയ പയ്യനാണ് ജോർജി. പിന്നെ ഉണ്ടായിരുന്നത് സിബിച്ചൻ ഇപ്പോഴുണ്ട്. നമ്മുടെ കോളേജ് പ്രൊഫസർ ഉണ്ടല്ലോ അന്ന് ആ സിബിച്ചൻ വല്ലപ്പോഴേ വരുള്ളൂ. പാലാക്കുന്നിലെ സിബിച്ചൻ. ആദ്യം മറ്റേ സിബിച്ചൻ ബ്രദറും വരുമായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ ഒരു നീളൊരു ബാബു എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം പലപ്പോഴും കറുകച്ചാൽ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന അദ്ദേഹം ഫുട്ബോളുകാരനായിരുന്നു. കളിക്കുമായിരുന്നു. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് നല്ല പൊക്കമുള്ള വണ്ണമൊന്നുമില്ല, നല്ല പൊക്കമുള്ള വണ്ണമില്ല. അദ്ദേഹം ഞങ്ങളുടെ ചേലക്കുമ്പ് സ്കൂളിൻ്റെ അവിടെ വന്ന് ഫുട്ബോൾ കളിച്ചന്ന് ഗോളിയായിട്ടൊക്കെ അദ്ദേഹമായിരുന്നു. അപ്പം പുള്ളിയുണ്ട്. പിന്നെ മധു അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് വരാൻ തുടങ്ങി. അങ്ങനെ അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് ഇങ്ങനെ, അപ്പോൾ അവിടെ 11 പിള്ളേരൊന്നും ഇല്ല. ഓക്കെ. അപ്പം ഞങ്ങളവിടെ ഇരുന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു. അപ്പം ഇവർ കേൾക്കുന്ന, അപ്പോൾ ആരെങ്കിലുമൊക്കെ ഫീൽഡ് ചെയ്യാൻ വരുമ്പോൾ ഞങ്ങൾ ഉറക്കെ സംസാരിക്കും. അതെൻ്റെ ഒരു പ്ലാനിങ് ആയിരുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് അവർ ചോദിച്ചു, നിങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളെ ഉടനെ കയറി വരാൻ പറഞ്ഞു. അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 5-6 മാച്ചുകളൊക്കെയാണ് കളിക്കുന്നത്. പിന്നെ കോമൺ ഫീൽഡിങ് അങ്ങനെയൊക്കെയാണ്. അത് കാരണം രണ്ട് ടീമുള്ള ആളുകളൊന്നുമില്ല. പക്ഷേ അവിടെ അവിടെ ഈ 79-ലാണെന്ന് തോന്നുന്നു ഞങ്ങൾ അവിടെ വന്ന് കളി തുടങ്ങിയത്. പിന്നെ അവിടെ അതിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടായി. ഞാൻ 82-ൽ അങ്ങ് ഡൽഹിയിലേക്ക് കടന്നുപോയി. പക്ഷെ പ്രഭാകരൻ ആയിരുന്നു അവരുടെ വിക്കറ്റ് കീപ്പർ. അപ്പം വിക്കറ്റ് കീപ്പർ എന്ന് പറഞ്ഞാൽ അതൊരു ഇമ്പോർട്ടൻറ്റ് പൊസിഷൻ അല്ലേ. പ്രഭാകരൻ നന്നായിട്ട് കീപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ പ്രഭാകരന് ഗ്ലൗസൊക്കെ പ്രഭാകരൻ പണി ചെയ്ത പൈസ ഉണ്ടാക്കി അതുകൊണ്ടാണ് മേടിച്ചത്. കാരണം അവിടെ പൈസ ഒന്നും ആരുടെ കയ്യിലും ഇല്ല. എല്ലാവരും ഇങ്ങനെ പിള്ളേരൊക്കെ അല്ലേ, ബോൾ മേടിക്കുക. അത് തന്നെ ബോൾ പലപ്പോഴും അവിടെ ഒരു കടയുണ്ട്, കോർക്ക് ബോളിലാണ് കളിക്കുന്നത്. പിന്നെ വല്ലപ്പോഴും മാച്ചൊക്കെ ഉള്ളപ്പോഴാണ് മറ്റേ ബോളൊക്കെ. പിന്നെ എവിടെയെങ്കിലും പോയി കളി ജയിച്ചാൽ അവിടുത്തെ ബോൾ അന്നത്തെ ഒരു കാര്യമാണ്, ബോള് നമ്മുടേതാണ്, ജയിക്കുന്നയാളുടെയാണ്. അങ്ങനെയൊക്കെ കിട്ടുന്ന ബോളുകളൊക്കെ ആ ലെതർ ബോളൊക്കെ വളരെ പ്രിസർവ് ചെയ്ത് വെക്കും. അതുപോലെ മഴയത്തൊന്നും അത് തൊടുക പോലും ഇല്ല, കോർക്ക് ബോൾ കൊണ്ടേ കളിക്കുകയുള്ളൂ. പിന്നെ അവിടെ ഒരു കടയുണ്ടായിരുന്നു, ആ കടയിൽ ചെന്ന് കടമൊക്കെ മേടിക്കുകയായിരുന്നു. ഈയിടെ ഞങ്ങൾ ഇപ്പോൾ ആക്ച്വലി ആ ക്രിക്കറ്റ് ക്ലബ്ബ് അങ്ങ് വളർന്നു വലുതായി. അതിൽ നിന്ന് പലരും നമ്മുടെ ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ വന്നിരുന്നു. പിന്നെ ആ ടീം അന്നത്തെ കാലത്ത് ഒരു 90s ഏർലി 90s 94 വരെയൊക്കെ എല്ലാവരും പിന്നെ അവിടെ ഇവിടെ കടന്നുപോയി. സിബിച്ചൻ ഞങ്ങളുള്ളപ്പം തന്നെ, അതായത് 82-ന് മുമ്പേ അദ്ദേഹം സ്വിറ്റ്സർലൻഡിലേക്ക് കടന്നുപോയി. ബ്ലസൻ പോയി. പിന്നെ ബാക്കി ജെയിംസിന് കെമിസ്ട്രി MSc കഴിഞ്ഞപ്പോഴേ BSc കഴിഞ്ഞപ്പോഴേ അദ്ദേഹത്തിന് ഇവിടെ കിട്ടിയായിരുന്നു IOB. അപ്പം അദ്ദേഹത്തിന് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നതിന് മുമ്പേ ജോലി ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം ആക്റ്റീവ്ലി ഇൻവോൾവ് ആയിരുന്നു. പിന്നെ ജോർജിയും അവിടെ തന്നെ ചെയ്ത ലേറ്റർ ഓൺ ഹി വാസ് കോച്ച് ഓഫ് ഇന്ത്യൻ കേരള സ്റ്റേറ്റ് ഹാൻഡ്ബോൾ അതിൻ്റെ കോച്ചായിട്ടായിരുന്നു റിട്ടയർ ചെയ്തത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ത്രൂ ഒത്തിരി പേര് പലർക്കും പല ജോലികൾ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ തന്നെ ഒരു ഫ്രണ്ടിൻ്റെ മോൾക്കൊക്കെ അവരൊക്കെ ടീമിലുണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് പല ആർമിയിലൊക്കെ അവിടെ നഴ്സിങ്ങിനൊക്കെ അഡ്മിഷൻ, അങ്ങനെ പല പല കാര്യങ്ങൾ. ഇപ്പോഴത്തെ ട്രഷറുടെ പേര് പറഞ്ഞായിരുന്നോ? ഇപ്പം നമ്മൾ ട്രഷർക്ക് പൈസ അയക്കത്തില്ല. ട്രഷറർ തങ്കപ്പനെ എനിക്കറിയില്ല. തങ്കപ്പൻ ആക്ച്വലി 82-ല് ഞാൻ പോയതിന് ശേഷമാണ് അദ്ദേഹം വന്നത്. അവർ ആക്ച്വലി ആദ്യം തിരുവനന്തപുരത്തായിരുന്നു താമസിക്കുന്നതൊക്കെ. അതിനുശേഷമാണ് അവർ കറുകച്ചാലിലേക്ക് വന്നത്. ഞാൻ നാട്ടിൽ കടന്നു ചെന്നതിന് ശേഷം ഞങ്ങൾ ഈ ക്ലബ്ബ് പഴയ 80s ഏർലി 80s എല്ലാവരും കൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഞങ്ങൾക്കൊരു 15 മെമ്പേഴ്സ് ഉണ്ട്. അതിൽ പലരും സെന്നി ഓഫ് കോഴ്സ് ഹ്യൂസ്റ്റണിലാണ് അദ്ദേഹത്തിന് പങ്കെടുക്കാനൊക്കെ. ബാക്കി ഞങ്ങളവിടെയുള്ള 9 പേര് സ്ഥിരം അംഗങ്ങളാണത്. ഞാനുണ്ട്, സിബിച്ചനാണ് എൻ്റെ സെക്രട്ടറി, ജെയിംസ് ഓവറോൾ എല്ലാ കാര്യങ്ങളും വളരെ ആക്റ്റീവായിട്ട്, അദ്ദേഹം പൊസിഷനൊന്നും എടുത്തിട്ടില്ലെങ്കിൽ ആക്റ്റീവായിട്ടുണ്ട്. പിന്നെ പ്രഭാകരൻ അമ്പലപ്പുഴയിൽ നിന്ന് വരും, കണ്ണൂരാണെങ്കിൽ അവിടുന്നും വരും. പിന്നെ മധു എറണാകുളത്താണ്, അവിടുന്ന് മധു വരും. പിന്നെ പ്രസന്നൻ എന്ന് പറയുന്ന ഒരു അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ആക്ച്വലി മരിച്ചുപോയി, ഒരു 4-5 വർഷമായി. പ്രസന്നനും വിജയനും കൂടെ ആയിരുന്നു വരുന്നത്. വിജയന് നാട്ടിലിപ്പോഴുണ്ട്. വിജയനും ഞങ്ങളെക്കാട്ടിലൊക്കെ സീനിയറാണ്. ഹീ 73 ബട്ട് റിയലി ആക്റ്റീവ്. വിജയൻ എല്ലാ മീറ്റിങ്ങിനും വരും. പിന്നെ സിബിച്ചൻ
മറ്റേ കൊച്ചു സിവിച്ചൻ എന്ന് ഞങ്ങൾ പറയും, അദ്ദേഹം അഡ്വക്കേറ്റാണ്. അദ്ദേഹം കോട്ടയത്ത് പ്രാക്ടീസ് ചെയ്യുന്നു. അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ കവർ ഡ്രൈവ് ഒക്കെയാണ്, ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. കൊച്ചു സിവിച്ചൻ അന്ന് ഞങ്ങൾ കൊച്ചു സിവിച്ചൻ ചെറിയ പ്രായം, അന്ന് എനിക്ക് തോന്നുന്നു പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു നാട്ടിലൊക്കെ അന്ന് വരുന്നത്. എനിക്കത് മഹാരാജാസിലാണ് പുള്ളി പഠിച്ചിരുന്നതെന്ന് എൻ്റെ ഓർമ്മ. അപ്പം അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ അന്ന് കാണുമ്പോൾ വിശ്വനാഥിൻ്റെ ഗുണ്ടപ്പ അത് കേട്ടിട്ടേ ഉള്ളൂ നമ്മൾ. ഈ കവറിനും എക്സ്ട്രാ കവറിനും ഇടയ്ക്കൂടൊക്കെ അടിച്ചു വിടുന്നു, അല്ലെങ്കിൽ കവറിനും പോയിന്റിനും ഇടയ്ക്കൂടൊക്കെ ഡ്രൈവ് ചെയ്യുന്നൊക്കെ പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ വളരെ മാസ്റ്റർ സ്ട്രോക്ക് ആയിരുന്നു. അത് ബോൾ വരുന്ന കാണാം ടപ്പെന്നങ്ങ് കൊച്ചു പയ്യന്. ജോർജി കുഞ്ഞായിരുന്നെങ്കിലും ജോർജി അന്ന് ജോർജിയും ഞാൻ കേട്ടിട്ടുണ്ട്, ജോർജിയും ജിയോയും കൂടെ ജിയോയുടെ ഫാദർ അവർ പുത്രപ്പിള്ള താമസിക്കുന്ന റോഡ് സൈഡിൽ തന്നെയാണ്, മിസ്സമ്പടിക്ക് തൊട്ട് മുമ്പേ. അദ്ദേഹത്തിന്റെ ഫാദർ എനിക്ക് തോന്നുന്നു ടീച്ചറായിരുന്നു. പക്ഷെ ഇവർ അവിടെ വീടിന്റെ അവിടെ തന്നെ ഒരു പിച്ച് പോലെ രണ്ടുപേരും. ജിയോ വാസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഡിഫൻഡേഴ്സ്. ഇങ്ങനെ ഏത് ബോൾ വന്നാലും ഡിഫെൻഡ് ചെയ്ത് അവിടെ ഇടും. അത് ഒത്തിരി റൺ അടിച്ചെടുക്കുന്ന പേസാണ്. അപ്പോൾ ആദ്യം ഒരു 10 ഓവറൊക്കെ പുള്ളി വളരെ ലാഘവത്തോടു കൂടി നിന്ന്, അത് ലേറ്റർ ഓൺ നമ്മുടെ രാഹുൽ ദ്രാവിഡ് അവരുടെ കളി കാണുമ്പോൾ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. ജിയോ എപ്പോഴും ഒരു ബിൽഡ് ചെയ്യുന്ന, ഒരു ഇന്നിങ്സ് ബിൽഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഓപ്പണറായിരുന്നു ജിയോ. ജെയിംസ് നല്ല പേസ് ബോളിംഗ് പ്രസൻ ആൻഡ് സിക്സ്. ഈ ഞങ്ങളതിനെ പറ്റി വേറെ ഒരു പ്രത്യേക വേർഡൊക്കെ ആയിരുന്നു പറയുന്നത്. പ്രസൻ വന്നാൽ 6 അടിക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും, അതിൽ കണക്ട് ചെയ്യുന്ന എല്ലാം 6 ആയിരിക്കും. പിന്നെ സിബിച്ചൻ അല്ലേ, നമ്മുടെ പ്രൊഫസർ, നല്ല ബാറ്റിംഗ് തന്നെ. അദ്ദേഹത്തിന്റെ സിക്സറൊക്കെ അടിച്ചാൽ തോട്ടത്തിൽ അവിടെ ഒരു കിണറുണ്ട്. സിബിച്ചൻ ബാറ്റ് ചെയ്യുമ്പോൾ ഒരാളെപ്പോഴും അവിടെ നിൽക്കും. അത് ഫീൽഡ് ചെയ്യാനൊന്നുമല്ല, കിട്ടുകയില്ല. പക്ഷെ ബോൾ എവിടോട്ടാ പോയി വീണത്, കാരണം അത് കാട്ടിലൊക്കെ പോയാൽ പിന്നെ ബോൾ കണ്ടുപിടിക്കണ്ടേ. അതുപോലെ ലെഗ് സൈഡിലോട്ട് ഞങ്ങൾ ഒരു സൈഡിൽ നിന്ന് ബാറ്റ് ചെയ്യുള്ളായിരുന്നു, അതേ ഒക്കുള്ള. പിച്ചൊക്കെ അങ്ങനെ ആയിരുന്നു. ലേറ്റർ ഓൺ അവർ പിച്ചൊക്കെ ശരിയാക്കി. അതിനുവേണ്ടി റീസെന്റ് അത് തന്നെയല്ല, ഇത് മാറ്റൊക്കെ മേടിച്ചു. പ്ലസ് അവര് റോളർ എവിടെയോ കിടന്നത് അവരെല്ലാം കൂടി ഉരുട്ടിക്കൊണ്ട് 2-3 കിലോമീറ്റർ ഉരുട്ടിക്കൊണ്ട് വന്ന് അത് പിച്ച് റെഡിയാക്കി. അതൊന്നും ഞാനൊന്നും ഇല്ല, ഞാൻ 82 പോകുന്നു. അത് ശേഷമാണ് ആക്ച്വലി ആ ടീം വളർന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ ഏർലി 80s ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നതിൽ 15-20 പേരേ ഉള്ളൂ. അതിൽ ആക്റ്റീവായിട്ടുള്ളത് 9 പേരാണ് ഇപ്പോൾ എപ്പോഴും അതിൽ പങ്കെടുക്കുന്നത്. അതിൽ ഈ പറഞ്ഞ മധുവും പ്രഭാകരനും ഒക്കെ ദൂരെ നിന്നാണ് വരുന്നത്. ബാക്കി റെജിയുണ്ട്, അതെൻ്റെ ഒരു കസിൻ തന്നെയാണ്, കങ്ങഴ പത്തനാട്. അദ്ദേഹത്തിൻ്റെ അമ്മ പ്രായമായിട്ടിരിക്കുകയാണ്. വൈഫ് ഒരു സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ്സാണ്. പിന്നെ മൂത്ത മോടെ കുഞ്ഞ് വീട്ടിലുണ്ട്. അങ്ങനെ ഒത്തിരി ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തു. ബാക്കി വരാനൊക്കെയല്ല, കാരണം നമ്മൾ ഫിക്സ് ചെയ്യുന്ന ടൈമിലൊന്നും അദ്ദേഹത്തിന് കൺവീനിയൻ്റ് അല്ലാത്തതുകൊണ്ട് വരാതെ. എങ്കിലും പിന്നെ KD ശ്രീകുമാർ എൻ്റെ ക്ലാസ്മേറ്റായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് CMS കോളേജിലേക്ക് SBയിൽ നിന്ന് പോയത്. അദ്ദേഹം തിരുവനന്തപുരത്താണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും ഒരു മെഡിക്കൽ ഒരു കമ്പനിയുടെ മെഡിക്കൽ റെപ്പ് തന്നെയല്ല, ഒരു 3-4 ഡിസ്ട്രിക്റ്റിൻ്റെ ഇൻചാർജാണ്. അതുകൊണ്ട് എപ്പോഴും പുള്ളി ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിന് വരാനൊക്കില്ല. പക്ഷെ അവരെല്ലാം ഫിസിക്കലി അവിടെ അറ്റൻഡ് ചെയ്യുന്നില്ലെങ്കിൽ എപ്പോഴും അവരുടെ വരണമെന്നുള്ള ആഗ്രഹവും എല്ലാവരുമായിട്ട് കോണ്ടാക്റ്റൊക്കെ ആയിരിക്കുന്നു. ഞങ്ങൾ ഇപ്പോഴും ആ ഗ്രൂപ്പുണ്ട്. ഞാനിങ്ങോട്ട് പോരുന്നതിന് മുമ്പേ മെയ് ഫസ്റ്റ് വീക്ക് നിങ്ങൾ മീറ്റ് ചെയ്യുക. 7th എൻ്റെ ഓർമ്മ. ഇനി മേ ബി സെപ്റ്റംബറിൽ ഒരു മീറ്റിംഗ് കാണും. അങ്ങനെ അത് പിന്നെ ഇങ്ങനെ ഇപ്പോൾ സെന്നിയൊക്കെ നാട്ടിൽ വരികയാണെങ്കിൽ അന്നൊരു സ്പെഷ്യൽ മീറ്റിംഗ് ആണ് വിളിച്ച് പറ്റുമെങ്കിൽ ഒക്ടോബറിൽ നോക്കാം. ഓക്കെ, അങ്ങനെ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഞങ്ങളവിടെ വരും. ഇപ്പം ഇത് ഈ 8-9 പേരെ വരുന്നുള്ളത് കൊണ്ട് അതും ക്ലോസ് ചെയ്യണമെന്നുള്ള ഒരു ചെറിയൊരു ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ഇറ്റ് ഈസ് വർത്ത് ടു കണ്ടിന്യൂ. അപ്പം ഞങ്ങളത് തീരുമാനിച്ചു, എങ്ങനെയായാലും ഈ 9 പേര് എപ്പോഴും വരും. അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യുക. നമുക്ക് 2 മാസത്തിലോ 3 മാസത്തിലോ ഒരിക്കൽ കൂടുകയും പിന്നെ അതിന് ഞങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ട് മുന്നോട്ട്. ഇത് എങ്ങനെ ഫോം ചെയ്യുന്നത് ഇനീഷ്യൽ സ്റ്റേജ് അല്ലേ. അതുകൊണ്ട് ആ ഗ്രൂപ്പ് കൊണ്ട് ആർക്കെങ്കിലും ഗുണങ്ങളുണ്ടാകുമോ, ഞങ്ങളുടെ പഴയ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാനോ. അതിൽ പലരും പല രീതിയിലൊക്കെ ജീവിക്കുന്നവർ കാണും. അപ്പം പല പ്രോബ്ലംസിൽ കൂടി കടന്നു പോകുന്നവരാണ്. അവർക്കൊക്കെ നമ്മുടെ മെൻ്റലി ആൻഡ് മറ്റ് ഏതെങ്കിലും രീതിയിൽ അവർക്കൊരു ഹെൽപ്പാകുമോ, ഒരു സപ്പോർട്ടാകാൻ സാധിക്കുമെങ്കിൽ ഞങ്ങൾക്കത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്.
അതൊക്കെ ഇനിഷ്യൽ സ്റ്റേജ് ആയതുകൊണ്ട് ഞങ്ങളിപ്പം വലിയ വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല. ജസ്റ്റ് ഗ്രോ ചെയ്യുകയാണെങ്കിൽ അതതിൻ്റെ നാച്ചുറൽ ഗ്രോത്ത് ഉണ്ടാകട്ടെ എന്നുള്ള ആഗ്രഹത്തിൽ ഞങ്ങൾ മുന്നോട്ട് വന്നെങ്കിൽ ഞങ്ങളെല്ലാവരും സന്തോഷമായിട്ട് പരസ്പരം എപ്പോഴും. ബാബു, ഇന്ന് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാവരുടെയും വീട്ടിൽ TV ഉണ്ട്. ക്രിക്കറ്റ് ആണെങ്കിൽ ഇന്ത്യ മൊത്തം ആകെയുള്ളൊരു കളി ക്രിക്കറ്റാണ്. ഓർക്കുന്നുണ്ടോ ആ കാലത്ത് 82-ൽ ഇന്ത്യ ഓസ്ട്രേലിയയോ ഇന്ത്യ ഇംഗ്ലണ്ടോ ഒക്കെ കളി നടക്കുമ്പോൾ നമ്മൾ പോയി തീർച്ചയായിട്ടും. എനിക്കുള്ള ഒരു ഗുണം ഉണ്ടായെന്ന് വെച്ചാൽ 82 ഒക്ടോബറിൽ ഞാൻ ഡൽഹിയിൽ ചെന്നതുകൊണ്ട് അത് കഴിഞ്ഞ ഉടനെ ഏഷ്യാഡ്, ഫസ്റ്റ് ഏഷ്യാഡ്, അതോടുകൂടി എല്ലാം കളർ TV ആയി. ഓക്കെ, സെക്കൻഡ് തിങ്, അത് കഴിഞ്ഞ ഉടനെ ഒരു ടൂർ ഉണ്ടായിരുന്നു, 83 വേൾഡ് കപ്പ്. അത് ഇംഗ്ലണ്ടിൽ 83 വേൾഡ് കപ്പ് നമ്മൾ വിൻ ചെയ്തതല്ലേ. അത് മുഴുവൻ മാച്ചുകളും ഞാൻ കാണാൻ. അന്നാണ് ആക്ച്വലി ഈ നമ്മളൊക്കെ കളിക്കുമ്പോൾ ബോൾ ഒരിക്കലും ഞാൻ വളരെ കഷ്ടപ്പെട്ട് എൻ്റെ ബ്രദറിലോ ഡൽഹിയിലുണ്ടായിരുന്നു, അദ്ദേഹത്തോട് പറഞ്ഞ് ഒരു ക്രിക്കറ്റ് കോച്ചിങ് മാനുവൽ, അത് ടൈസൺ എന്ന് പറയുന്നൊരു ഓസ്ട്രേലിയൻ എഴുതിയ ഒരു മാനുവലായിരുന്നു. അതെല്ലാ ഡ്രൈവ്സ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ നമ്മൾ വായിച്ച് നോക്കി അങ്ങനെയൊക്കെ പലരും പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ ഈ ബോൾ എയറിൽ അടിക്കുക എന്നുള്ള ഒരു സിസ്റ്റമേ ഇല്ല. കുക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ ബോളിന്റെ മുകളിൽ കൂടി ഈ ബാറ്റ് പോകണമെന്നാണ് പറയുന്നത്. അതായത് ആദ്യ ഫീൽഡർ സ്ക്വയർ ലെഗിലും അവിടെ അവരുടെയൊക്കെ മുമ്പിൽ തന്നെ വീണിട്ടത് പോകണം. അവരുടെ അടുത്ത് പിച്ച് ചെയ്യണം. അങ്ങനായിരുന്നു. അത് ഗാവസ്കറിന്റെ ഒക്കെ ബാറ്റിംഗ് കണ്ടാ അറിയാം. അവരത് അതിന്റെ മുകളിൽ കൂടി ഇങ്ങനെ അടിച്ച് മുകളിൽ കൂടി ഇങ്ങനെ വിടുക, അതങ്ങനെ ചെത്തി അങ്ങ് പോകും. മനസ്സിലായി? അപ്പൊ അത് പക്ഷേ ഈ ശ്രീകാന്ത്, പിന്നെ സേവാഗ്, അവരൊക്കെ വന്നാണ് ഈ സിക്സറാണ്. അവര് എയറിലാണ് അടിക്കുന്നത്. നമ്മളൊക്കെ അന്നത്തെ കാലത്തൊക്കെ എയറിൽ അടിക്കാന്ന് പറഞ്ഞാൽ അവൻ അറിയത്തില്ല എന്നുള്ളതാണ് അതവൻ്റെ. അപ്പം ഞാനൊരു ഇച്ചിരി അറ്റാക്കിംഗ് ആയിട്ട് കളിക്കാൻ ആഗ്രഹമുള്ളതല്ല. അപ്പം ഞാൻ പൊക്കിയൊക്കെ അടിക്കുമായിരുന്നു. അപ്പം ആരോഗ്യം അത്രയൊന്നും ഇല്ല. പിന്നെ ബാറ്റ് എന്ന് പറഞ്ഞാൽ ആകപ്പാടെ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ അറിയത്തില്ലേ. അപ്പോൾ അത് ക്യാച്ചുകളൊക്കെ ആയിട്ട് അങ്ങ് പോകുമായിരുന്നു. ലേറ്റർ ഓൺ ഫീൽഡ് ഞാനായിരിക്കണം. അതെ, സെമിയുടെ അന്നത്തെ ഒരു ഡ്രൈവ് ഞാനത് കവറിലേ നിൽക്കത്തുള്ളായിരുന്നു, ഷോട്ടില് ഒരു പൊസിഷനിലായി നിൽക്കുന്നത്. അതെ അതെ അതെ. പക്ഷെ ഞാൻ ക്യാച്ച് ഒന്നും അങ്ങനെ എടുക്കത്തില്ലായിരുന്നു. ഞാൻ സ്ലിപ്പിൽ നല്ല ക്യാച്ചുകളൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഈ ഞാൻ പറഞ്ഞ ജിയോടെ ഒരു ഫ്രണ്ടായിട്ട് വരുന്ന ഒരു ടൈം പാസ് എന്നുള്ള രീതിയിൽ എനിക്ക് അങ്ങനെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ ചർച്ചിലൊന്നും പോകാതെ സൺഡേ ഇങ്ങനെ നോക്കിയിരിക്കും. 1 മണിയാകുമ്പോൾ പ്രഭാരം വരും, മഴയുണ്ടെങ്കിലും ഇല്ലേലും പ്രഭാചാലിന് സൈക്കിളിൻ്റെ പുറകിലിരുന്ന് പ്രഭാരം ചവിട്ടിക്കൊണ്ട് പോയിക്കോളൂ. അത് ലേറ്റർ ഓൺ അദ്ദേഹത്തിൻ്റെ കാലുകളുടെ മസിലുകൾക്കൊക്കെ വളരെ ആരോഗ്യം കൊടുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രഭാരൻ്റെ പുറകിലിരുന്നായിരുന്നു ഞാനെന്നും പോകുന്നത്. തിരിച്ച് എന്നെ വീട്ടിൽ കൊണ്ടുവിടുമായിരുന്നു. ലവിങ് ഫ്രണ്ട്സ്. ജിയോ എന്നെ വിളിച്ച് വെളുപ്പിന് 3 മണിക്ക് ഈ ഓസ്ട്രേലിയ കളി രാവിലെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് വെളുപ്പിന് ടൈമാണേ. ഒരു വീട്ടിൽ കൂടെ അവരുടെ ജല്ലിക്കൂടാ, അവർക്ക് അതൊന്നും അറിയത്തില്ല. അവരുടെ ജല്ലിക്കൂടെ ഞങ്ങളുടെ പുള്ളി ഉത്തരപ്പള്ളിയിൽ നിന്ന് 2 പേര് വരുമെന്ന് അറിയാം. ജനലൊരു ഇച്ചിരി പാട് തുറന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ശല്യം ഉണ്ടാവില്ല. എന്നാ പെരക്കകത്തൊന്നും ഞങ്ങൾ കയറത്തില്ല. പക്ഷെ ജനല് തുറന്നിട്ടില്ലെങ്കിൽ അതോടെ ജിയോയ്ക്ക് കളി കാണണം, അത്രേ ഉള്ളൂ കാര്യം. പക്ഷേ രാത്രിയിലൊക്കെ ഇരുന്ന് എഴുന്നേറ്റ് കാണുകയൊക്കെ ചെയ്യുമായിരുന്നു. എനിക്കൊരു ഗുണം ഉണ്ടായത് നമ്മുടെ വീട്ടിൽ തന്നെ 82 തൊട്ട് അപ്പം പിന്നെ നമുക്ക് കാണാം അങ്ങനെയുള്ള ഒരു ഇതുണ്ടായിരുന്നു. ബാബു, ഹ്യൂസ്റ്റണിൽ വെച്ച് ഇത്രയും നമ്മുടെ കൂട്ടുകാരെ ഓർക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടായാലും സന്തോഷിക്കുന്നു. ഇത്രയും നീണ്ട ഒരു കാര്യങ്ങൾ അവരെ പറ്റി പറയാൻ ബാബു ഓർത്തല്ലോ. ഞാനാണെങ്കിൽ ഒരു 4 വാചകത്തിൽ നിന്ന് പോയായിരുന്നു. ബാബു കൂട്ടുകാരെ പറ്റിയൊക്കെ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. നമുക്ക് ഇനി കാണാം ഈ ഒരു. താങ്ക് യു. സമയം അതിദീർഘിച്ചിരിക്കുന്നത് അല്ലേ. താങ്ക് യു. ഹലോ, വീണ്ടും അടുത്ത ഒരു എപ്പിസോഡിലേക്ക് വരികയാണ്. ഇപ്പം ഈ സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ അമ്മച്ചിയുടെ കുടുംബം, കല്ലുമണ്ണിപ്പുറത്ത് മല്ലപ്പള്ളി, ആ കുടുംബത്തിലെ 1-2 അവിടുത്തെ എൻ്റെ അമ്മച്ചിയെയും അവരുടെ സിബ്ലിങ്സിനെ പറ്റി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അമ്മച്ചിയുടെ പിതാവ്, എൻ്റെ അമ്മച്ചിക്ക് ഇപ്പോൾ 99 ഇയേഴ്സ് ഉണ്ട്. അമ്മച്ചിക്ക് ഒരു 20 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ പിതാവ് മരിച്ചു പോയിരുന്നു. അവിടുത്തെ വല്യമ്മച്ചി, എൻ്റെ അമ്മച്ചിയുടെ അമ്മയാണ് പിള്ളേരെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പം മൂത്ത ചിന്നമ്മച്ചി എന്ന് പറയും. ചിന്നമ്മച്ചിയുടെ വിവാഹം കോയിത്തോട്ട്
കഴിഞ്ഞു. അത് മല്ലപ്പള്ളി തന്നെയാണ്, വളരെ അടുത്താണ്. അവിടെ അപ്പച്ചൻ വിവാഹം കഴിഞ്ഞ് കടന്ന് അവിടെ പോയി. അതിനുശേഷം അമ്മച്ചി, എൻ്റെ അമ്മച്ചി തങ്കമ്മ എന്ന് പറയും, തങ്കമ്മ എബ്രഹാം. അമ്മച്ചിയുടെ ബ്രദർ കുഞ്ഞപ്പൻ ചാൻ ഞങ്ങൾ പറയും, അല്ലെങ്കിൽ പോത്തൻ സാറ് കൂത്രപ്പള്ളി, അത് നമ്മുടെ സെന്നിയുടെ ഫാദറാണ്. അത് കഴിഞ്ഞ് എൻ്റെ ഇളയ അമ്മാച്ചൻ മല്ലപ്പള്ളിയിൽ ഉമ്മൻ, കല്ലുമണിയമൂർത്ത ഉമ്മൻ, അല്ലെങ്കിൽ ബേവിച്ചാൻ എന്നറിയപ്പെടും അവിടെ. ഇവരൊക്കെ എൻ്റെ ജീവിതത്തിൽ വളരെ ഇമ്പ്രസ് ചെയ്ത ആളുകളാണ്. പ്രത്യേകിച്ച് കുഞ്ഞപ്പൻ ചാനും അമ്മായി, ഞങ്ങളുടെ അമ്മായി ടീച്ചറായിരുന്നു. അതിനുശേഷം അവിടെ കൂത്രപ്പള്ളിയിൽ തന്നെ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ്സായിട്ടാണ് റിട്ടയർ ചെയ്തത്. അമ്മായിയുടെയൊക്കെ ജീവിതത്തിലൊക്കെ അമ്മായി അനുഭവിച്ച കഷ്ടപ്പാടുകൾ, അല്ലെങ്കിൽ നേരിട്ട കഷ്ടപ്പാടെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ പ്രോബ്ലംസ്, അല്ലെങ്കിൽ അവരതിനെയൊക്കെ ഫേസ് ചെയ്ത വിധങ്ങളൊക്കെ അമ്മായി, ഞങ്ങൾ വാഷിങ്ടണിലായിരുന്നപ്പം ഞങ്ങളോട് അമ്മായിയുടെ പിള്ളേർ സെന്നി ഉൾപ്പെടെയുള്ളവരെല്ലാം ഇവിടെ ഹ്യൂസ്റ്റണിലുണ്ട്. അപ്പോൾ അമ്മായി ഹ്യൂസ്റ്റണിൽ ഉണ്ടായിരുന്നു. അന്ന് ഫിലാഡൽഫിയയിൽ അമ്മായിയുടെ ഇളയ മകളായ ഷേർലി ഉണ്ട്, ഷേർലിയുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എന്നൊക്കെ അമ്മായി പറഞ്ഞിരിക്കുന്ന സ്റ്റോറിയൊക്കെ കേട്ടാൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ ആ സിറ്റുവേഷനിലായിരുന്നെങ്കിൽ അത് ഇത്രയൊക്കെ ഫേസ് ചെയ്യാൻ സാധിക്കുമോ? കാരണം വീട്ടിലെ കാര്യങ്ങൾ, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, ജോലി, അതിൻ്റെ കൂടെ കൃഷി കാര്യങ്ങൾ, ഇതൊക്കെ റിയലിയാണ്. അവരൊക്കെ ചെയ്തതുപോലൊക്കെ നമ്മളൊക്കെ പരിശ്രമിച്ചിരുന്നെങ്കിൽ, നമ്മൾ തോന്നലാകട്ടോ, നമ്മളും ഫേസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നെ തിരിഞ്ഞു നോക്കുമ്പോഴേ അതിൻ്റെ കാഠിന്യമൊക്കെ മനസ്സിലാക്കാനൊക്കെ ഉള്ളൂ, അല്ലെ? അതുകൊണ്ട് നമുക്ക് ലഭിച്ച ഗുണങ്ങൾ മനസ്സിലാക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ കുഞ്ഞപ്പൻ ചായനും അമ്മായി, പിന്നെ അവിടുത്തെ ജോളിച്ചായൻ, സണ്ണിച്ചായൻ, ആൻസമ്മാമ, സെന്നി, ഷേർലി. അതിലെ ജോളിച്ചായൻ എന്ന് പറഞ്ഞാൽ ഹി വാസ് അദ്ദേഹം ഞങ്ങളുടെയൊക്കെ ഒരു ഐക്കൺ ആയിരുന്നു. കാരണം അദ്ദേഹം പഠന കാര്യത്തിലൊക്കെ ഒത്തിരി മറ്റു കാര്യങ്ങളൊന്നും എന്നെക്കാട്ടിലൊക്കെ സീനിയർ ആയതുകൊണ്ട് എനിക്കറിയത്തില്ല. പക്ഷേ പഠന കാര്യത്തിലൊക്കെ പുള്ളി വളരെ ഹൈ സ്റ്റാൻഡേർഡ് ആയിരുന്നു. അദ്ദേഹത്തിന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ MSc ബോട്ടണി, അല്ലേ? ബോട്ടണിയിൽ സെക്കൻഡ് റാങ്ക് ഉണ്ടായിരുന്നു കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. എനിക്ക് തോന്നുന്നു ലേറ്റ് 70s അല്ലേ ആണെന്നാണ് എൻ്റെ ഓർമ്മ. പെട്ടെന്ന് ഡേറ്റുകളൊക്കെ ഓർക്കാനുള്ളൊരു പ്രയാസമുണ്ട്. ജോളിച്ചായൻ, പിന്നെ സണ്ണിച്ചായന് അദ്ദേഹം ചെറിയ പ്രായത്തിൽ തന്നെ ഫെഡറൽ ബാങ്ക് അവരെ അഡോപ്റ്റ് ചെയ്ത്, ഒരു ബാച്ചിനെ അഡോപ്റ്റ് ചെയ്ത് പഠിപ്പിച്ച് അവിടെ തന്നെ ജോലി കൊടുത്ത്. അങ്ങനെയൊക്കെ അതൊക്കെ ഞങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷനായിരുന്നു. ഞങ്ങൾ ആ പ്രായമൊക്കെ ആകുമ്പോഴത്തേന് ഞങ്ങൾക്ക് ഇതുപോലൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം അത് നമുക്ക് ഓഫ് കോഴ്സ് എപ്പോഴും ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിരുന്നു. പിന്നെ കുഞ്ഞപ്പൻ ചായൻ്റെ സ്നേഹം, അമ്മായിയുടെ സ്നേഹമൊക്കെ ഞങ്ങൾ പോകുന്ന മിക്കവാറും എല്ലായിടത്തും ഞങ്ങൾ പറയാറുണ്ട്. കാരണം എൻ്റെ പപ്പ എനിക്ക് 9.5 വയസ്സുള്ളപ്പോൾ മരിച്ചു പോയതാണ്. അപ്പം അവർക്കൊക്കെ ഞങ്ങളെപ്പറ്റി ഒരു കൺസേൺ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ പപ്പ മരിച്ചുപോയി, ഞങ്ങൾ ഇങ്ങനെ 6 കുഞ്ഞുങ്ങളുണ്ട്. അപ്പം ലൈഫ് വാസ് റിയലി ടഫ് എന്നുള്ളത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഞങ്ങളവിടെ പോകുമ്പോൾ അവിടെ പിള്ളേരുടെ കൂടെയൊക്കെ ഞങ്ങളുടെ പ്രായത്തിലുള്ള സെന്നി, അൻസമ്മാമ, പിന്നെ ഷേർലി, അവരുടെ കൂടെ കളിക്കുകയും അത് അവിടെ ഞങ്ങൾ ഇന്നലെ ഇവിടെ ഞാൻ പറഞ്ഞത് അവിടുത്തെ പേരയ്ക്കാമാങ്ങയുടെ രുചി, പിന്നെ അവിടുത്തെ തേൻ വരിക്ക ചക്കയുടെ രുചിയൊക്കെ ഇപ്പോഴും അത് എവിടെ അത് കഴിച്ചാലും അത്രയൊന്നും രുചിയൊന്നും കിട്ടുന്നില്ല കേട്ടോ, ഇതുവരെയും കിട്ടിയിട്ടില്ല. പിന്നെ ഞങ്ങളുടെ ചിന്നമ്മച്ചി, എൻ്റെ അമ്മച്ചിയുടെ മൂത്ത സിസ്റ്റർ, അവരൊക്കെ കുറച്ചുകൂടെ പ്രായമുള്ളവരായിരുന്നെങ്കിലും അവിടുത്തെ ഇളയ മകനൊക്കെ എൻ്റെ പ്രായമാണ്. പക്ഷേ ഞങ്ങൾ അവിടെ പോകുമ്പോൾ അവർ വന്നും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും പലപ്പോഴും അതൊക്കെ ഒരു നല്ല കാര്യമാണ്. പ്രത്യേകിച്ച് അവിടുത്തെ മൂത്ത ജോയിക്കുട്ടിച്ചാൻ, പിന്നെ അച്ചങ്കുഞ്ചാൻ, പിന്നെ ലീലാമ്മ മരിച്ചുപോയി, രായിച്ചാൻ, അവരൊക്കെ മറ്റു പിള്ളേരൊക്കെ ഞങ്ങളുടെയൊക്കെ പ്രായമുള്ളതാണ്. ഇവരൊക്കെ ഞങ്ങളെക്കാൾ മൂത്തവരായതുകൊണ്ട് അവരുടെ ഇടയ്ക്കൊക്കെ കടന്നു വരികയും ആശ്വസിപ്പിക്കുകയും ഞങ്ങളുടെ കൂടെ താമസിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. വളരെ സ്നേഹത്തോടു കൂടി കഴിഞ്ഞ്. പ്രത്യേകിച്ച് ജോയിക്കുട്ടിച്ചാന് വളരെ എൻ്റെ അമ്മച്ചിയോടും വലിയ സ്നേഹമായിരുന്നു, ഞങ്ങളോട് എല്ലാവരും സ്നേഹമായിരുന്നു. ജോയിക്കുട്ടിച്ചാൻ റീസെൻ്റ്ലി മരിച്ചുപോയി. ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഡാലസിലായിരിക്കുമ്പോഴാണ് സംഭവിച്ചത്. ഒരു വലിയൊരു ലോസാണ്. അദ്ദേഹം ഹി വാസ് വൺ ഓഫ് അവർ ബെസ്റ്റ് സിബ്ലിങ്സ്. എപ്പോഴും കൺസേൺ ഉണ്ട്, ബാക്കി എല്ലാവരെയും പറ്റിയും കൺസേൺ ഉണ്ട്. വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. പിന്നെ എൻ്റെ ഇളയ അമ്മാച്ചൻ ബേബിച്ചായനും ഞാനും കൂടെ ഒരു പ്രത്യേക സ്നേഹബന്ധം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പപ്പ
എയർഫോഴ്സിൽ നിന്നൊക്കെ റിട്ടയർമെൻ്റ് എടുത്ത് അദ്ദേഹം ഗുജറാത്ത് ONGCയിലായിരുന്നു. 61 പപ്പ മരിക്കുന്നത്. അപ്പം 62 ഞാൻ ജനിച്ചത്. അപ്പം ഞങ്ങൾ പപ്പ വല്ലപ്പോഴും ലീവിന് വരികയുള്ളൂ. അപ്പം പപ്പ അവിടെ വീടുണ്ടാക്കിയപ്പോൾ ബേബിച്ചാനാണ് അത് ഡെയിലി മല്ലപ്പള്ളിയിൽ നിന്ന് വന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ അവിടുത്തെ ജോലിക്കാരുടെ കൂടെ നിൽക്കുകയും അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വൈകിട്ട് രാത്രിയിൽ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴായിരുന്നു പുള്ളി തിരിച്ച് നടന്നു പോകുന്നത്. 5 കിലോമീറ്റർ ഉണ്ട് മല്ലപ്പള്ളി ടു ചേലക്കം. പുള്ളി രാവിലെ അവിടെ ഒന്ന് വിളിക്കുമ്പോൾ ബാബുവേ എന്നായിരുന്നു വിളിക്കുന്നത്. അത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വലുതായതിനു ശേഷവും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം, ഞങ്ങൾ ഏത് രാജ്യത്തായിരുന്നെങ്കിലും ഞങ്ങൾ വിളിക്കുമായിരുന്നു. ഒരു 2 മാസത്തിലെങ്കിലും ഒരു പ്രാവശ്യം വിളിച്ചില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ അച്ഛൻ വളരെ പ്രയാസവും ദേഷ്യം ഉണ്ടാകുമായിരുന്നു, പ്രയാസം ഉണ്ടാകുമായിരുന്നു, വഴക്ക് പറയുമായിരുന്നു, കരയുമായിരുന്നു. ബേബിച്ചാൻ മരിക്കുന്നതിന് കുറച്ച് നാൾ മുമ്പേ ഞങ്ങൾ അന്ന് ഹ്യൂസ്റ്റണിലാണ്. ഹ്യൂസ്റ്റണിൽ നിന്ന് ഞങ്ങൾ വിളിക്കുമായിരുന്നു. വിളിച്ച് അച്ഛൻ വയ്യാതായിരിക്കും വിവരങ്ങളൊക്കെ അറിയുമായിരുന്നു. എന്നാൽ ഞങ്ങൾ ഹ്യൂസ്റ്റണിൽ നിന്ന് ഞങ്ങൾക്ക് എറിട്രിയയ്ക്ക് പോസ്റ്റിംഗ് കിട്ടിയ ആ ഇൻ്റർവീനിങ് പീരീഡ് ഞങ്ങൾ കേരളത്തിൽ പോയി. അന്ന് കോവിഡിൻ്റെ വലിയ പ്രശ്നമുള്ള സമയമാണ്. 2021 ഓഗസ്റ്റിലാണ് ഞങ്ങൾ ഹ്യൂസ്റ്റണിൽ നിന്ന് നാട്ടിലേക്ക് പോയത്. സെപ്റ്റംബർ 7 ഞങ്ങൾ തിരിച്ച് എറിട്രിയ അയച്ചെന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 5 വരെ ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്നു. ഞങ്ങളത് അന്ന് സാധാരണ ഒരു മാസം കൊണ്ട് കാണാവുന്ന എല്ലാവരെയും ഞങ്ങളൊരു കാർ എടുത്ത് എയർപോർട്ടിൽ നിന്ന് തന്നെ ഒരു കാർ ഹയർ ചെയ്താണ് കൊണ്ടുപോയത്. ആ കാറിൽ തന്നെയായിരുന്നു ഞങ്ങൾ എല്ലായിടത്തും പോകുന്നത്. എല്ലാവരെയും പോയി കണ്ടു. അവിടെ ഞങ്ങൾ ബേബിച്ചായനെ കാണാൻ പോയി. അന്ന് അദ്ദേഹത്തിന് ഞങ്ങളെ മനസ്സിലായില്ല. എങ്കിലും ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വന്ന് ഞങ്ങൾക്ക് വളരെ പ്രയാസമായിരുന്നു. പക്ഷേ വീട്ടിൽ തിരിച്ചു വന്നു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ കോവിഡ് ടെസ്റ്റ് എടുക്കാൻ കറുകച്ചാലിൽ അവിടെ ഞങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുത്തിരുന്നു. അന്നേരം പെട്ടെന്ന് അവിടുന്ന് ഒരു ഫോൺ വന്നു. ബേബിച്ചായനെ ഞാൻ ചെന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പം ബാബുവിനെ റീനയും കാണണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഉടനെ ആ കോവിഡ് ടെസ്റ്റ് മല്ലപ്പള്ളിയിലുള്ളടത്തേക്ക് അപ്പോയിൻമെൻ്റ് എടുത്ത് ഞങ്ങൾ അവിടെ പോയി. കോവിഡ് ടെസ്റ്റും കഴിഞ്ഞിട്ട് ബേബിച്ചാൻ്റെ അടുത്ത് വന്നു. അദ്ദേഹത്തോടു കൂടി ഇരുന്ന് സംസാരിച്ചു. ഞങ്ങളെ മനസ്സിലായി. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ബേബിച്ചാൻ കരഞ്ഞു. ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ ചിലവഴിച്ചു. ഞങ്ങൾ എറിട്രിയ ചെന്നു. ഒരു ആഴ്ചയ്ക്ക് ശേഷം, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണ്, സെപ്റ്റംബർ 15 ബേബിച്ചാൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പിന്നെ ഇപ്പോൾ ഈ കാര്യം എനിക്ക് ഈ സിബ്ലിങ്സ്, അവരുടെ സ്നേഹവും അവരുടെ കരുതലും, പ്രത്യേകിച്ച് കുഞ്ഞപ്പൻ ചാനും എൻ്റെ അമ്മച്ചിയും അവരെ കണ്ടാൽ ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കും. അപ്പം അന്നത്തെയൊക്കെ ഞങ്ങൾ കളിയാക്കി പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. കുഞ്ഞപ്പൻ ചാനെ കാണുമ്പോൾ മുണ്ടുടുത്ത അമ്മച്ചിയെന്നും, അമ്മച്ചിയെ കാണുമ്പോൾ സാരി ഉടുത്ത കുഞ്ഞപ്പൻ ചാനെന്ന് ഞങ്ങൾ പറയുമായിരുന്നു. അതൊക്കെ അവർ എൻജോയ് ചെയ്യുമായിരുന്നു, സന്തോഷമായിരുന്നു. ആ കാലമൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും കാണുകയും, അന്ന് മൊബൈലില്ല, വാട്സപ്പില്ല, പക്ഷേ എങ്കിലും ആളുകളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും കാണുകയും കരുതുകയും. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ഞങ്ങളവിടെ കൂത്രപ്പള്ളി ചെന്ന കുഞ്ഞപ്പൻ ചാൻ ഞങ്ങളുടെ കയ്യിൽ ഒരു ബാഗിൻ്റെ അകത്ത് എങ്ങനെയും കുറച്ച് വരിക്കച്ചക്കപ്പഴം അത് ഉരിഞ്ഞ് അത് ക്ലീൻ ചെയ്ത് അത് ചക്കപ്പഴമായിട്ട്, ഞങ്ങളത് ഇച്ചിരി പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ അത് പരമാവധി അവോയ്ഡ് ചെയ്യുമായിരുന്നു. കാരണം ഇതിൻ്റെ മണമൊക്കെ എന്ന് പറഞ്ഞാൽ ബസ്സിലൊക്കെ കയറുമ്പോൾ നമുക്കൊരു, ആ പ്രായത്തിലുള്ള എല്ലാവർക്കും അതൊക്കെ നാണക്കേടും ഒരു ലജ്ജാകരമായതെങ്കിൽ അത് തിന്നാൻ വളരെ ആഗ്രഹമുണ്ടെങ്കിലും ഇതിൻ്റെ ഈ കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം ഓർക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നുമായിരുന്നു. പക്ഷേ ഒരിക്കൽ ഞാനും എൻ്റെ മൂത്ത സിസ്റ്ററും കൂടെ അവിടെ ചെന്നപ്പോൾ അച്ഛൻ ഇങ്ങനെ കുറച്ച് ചക്കപ്പഴം തന്നു. അതിൻ്റെ മണം കൊണ്ട് ഞങ്ങൾ ആ ബസ്സേ കയറാതെ, ഞങ്ങളുടെ വീട്ടിൽ ഒറ്റ ബസ്സേ ഉള്ളൂ, ആ ബസ്സേ കയറാതെ കൂത്രപ്പള്ളി മുതൽ ചേലക്കുമ്പ് വരെ ഞങ്ങൾ നടന്നു. കാരണം ആ ബസ്സേൽ അതുകൊണ്ട് കയറാൻ മടിയാണ്, പക്ഷേ അത് കളഞ്ഞിട്ട് പോരാൻ ഒരു താല്പര്യമില്ലായിരുന്നു. അവിടെ ഇരുന്ന് മുഴുവൻ തിന്നാനും ഒക്കെയല്ല. അതുകൊണ്ട് ഞങ്ങൾ കൂത്രപ്പള്ളിയിൽ നിന്ന് ചേലക്കുമ്പ് വരെ നടന്ന്, അതെനിക്ക് തോന്നുന്നു ഒരു 6-7 കിലോമീറ്റർ കാണും, നടന്ന് ഞങ്ങൾ വീട്ടിൽ വന്ന് അത് മുഴുവൻ കഴിച്ചു. ഇതൊക്കെ ജീവിതത്തിലെ നമുക്ക് ഓർമ്മകൾ, ഓർക്കുമ്പോൾ എപ്പോഴും മധുരിക്കുന്ന ചില കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഈ പ്രിയപ്പെട്ടവരെയൊക്കെ ഓർക്കുമ്പോൾ അവർ നമ്മുടെ ജീവിതത്തിൽ അവർ പ്രത്യേകമായിട്ട് വലിയ വലിയ ലെസൺസൊക്കെ തന്ന് നമ്മളെ ഇൻസ്പയർ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അവരുടെ ജീവിതം നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും അത് നമ്മുടെ ജീവിതത്തിന് എപ്പോഴും ഒരു പ്രചോദനം, മുന്നോട്ട് നീങ്ങാനുള്ള പ്രചോദനവുമായിരുന്നു എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു ഡൗട്ടുമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എൻ്റെ അമ്മച്ചിയും എൻ്റെ അച്ഛന്മാരും ഒക്കെ, പ്രത്യേകിച്ച് അമ്മായി,
അമ്മായിയുടെ ചില പ്രത്യേക കാര്യങ്ങൾ ഇന്നലെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഓർത്തു. അമ്മായി ഒരു ടഫ് ലേഡി എന്ന് പലരും പറഞ്ഞിരുന്നെങ്കിൽ അമ്മായിയുടെ ഹൃദയത്തിലെ സ്നേഹമൊക്കെ ഞങ്ങൾക്ക് ആക്ച്വലി അനുഭവിക്കാൻ സാധിച്ചത് ഞങ്ങളുടെ കൂടെ വാഷിങ്ടണിൽ കുറച്ച് ദിവസം അമ്മായി ഉണ്ടായിരുന്നു. അപ്പോഴാണ് റിയൽ അമ്മായിയെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായത്. ഷീ വാസ് ഫുൾ ഓഫ് ലവ് ആൻഡ് കൺസേൺ. അത് നല്ല ധൈര്യത്തോടെ വ്യക്തമായിട്ട് പറയുമ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെടുകയില്ല. കാരണം ഓൺ ദി ഫേസ് പല കാര്യങ്ങളും അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്താലേ ഒക്കെയുള്ളൂ, അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, അത് ലേറ്റർ ഓൺ നമ്മൾ ആ നന്മ അനുഭവിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ആക്ച്വൽ മീനിങ് മനസ്സിലാകുന്നത്. പക്ഷേ ആ സമയത്ത് നമ്മുടെ ആ പ്രായത്തിൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഞങ്ങൾക്ക് എപ്പോഴും അമ്മായിയെ വലിയ സ്നേഹമായിരുന്നു, അമ്മായിക്ക് ഞങ്ങളെയും വളരെ സ്നേഹമായിരുന്നു. ഇപ്പോഴും ആ സ്നേഹം തുടരാനായിട്ട് ഞങ്ങൾക്ക് എല്ലാ സിബ്ലിങ്സിനെല്ലാം സാധിക്കുന്നുണ്ടെന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഈ കൂട്ടത്തിൽ ജോളിച്ചാൻ മാത്രം, കുഞ്ഞപ്പച്ചാൻ്റെ മൂത്തമ്മൻ ജോളിച്ചാൻ, സോ കെയറിങ് ആൻഡ് ലവിങ് പേഴ്സൺ. ജോളിച്ചാനെ ഓർക്കുമ്പോൾ ജോളിച്ചാൻ്റെ ആ സംസാര രീതിയും ബാബു എന്നൊക്കെ പറഞ്ഞുള്ള വിളി, അതൊക്കെ ഇപ്പം എൻ്റെ ഒരു മൂത്ത ചേട്ടനാണ്. അപ്പം അവർ അധികാരത്തോടെ അങ്ങനൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ആ സംസാര രീതിയൊക്കെ വളരെ ജെന്റിൽ ആൻഡ് ഹി വാസ് സച്ച് എ നൈസ് പേഴ്സൺ. അദ്ദേഹം ഇപ്പം നമ്മളെ വിട്ടിട്ട് 7 വർഷമായി. വർഷങ്ങളൊക്കെ പോകുന്ന പോലും ഓർക്കുന്നില്ല. 7 വർഷമായി അദ്ദേഹം ഞങ്ങളെ വിട്ടുപോയിട്ട്. അദ്ദേഹത്തിന് അവരെ പറ്റിയൊക്കെ ഓർക്കുമ്പോൾ ദേ ആർ ഓൾ ഗ്രേറ്റ് സോൾസ്. അത്രയൊന്നും നമുക്കൊന്നും ആകാൻ ഒക്കുന്നില്ല. അതിനുവേണ്ടി സ്ട്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സെന്നി. ബാബു, നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ കുസുമാമ്മയെ പറ്റിയും ലീലാമാമയെ പറ്റി ഒരു ഓർമ്മയിലുള്ള കാര്യങ്ങൾ. ഓക്കെ, ലീലാമാമയെ പറ്റിയുള്ള ഓർമ്മ, അതെൻ്റെ അമ്മച്ചിയുടെ മൂത്ത ചേടത്തിയുടെ ഒറ്റ മകളായിരുന്നു. ലീലാമാമ ഞങ്ങളുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന്, 2 പെൺമക്കൾ ഉണ്ടായിരുന്നതിൽ ഒരു മോളെ ഞങ്ങളൊന്നും കണ്ടിട്ട് പോലും, അതിന് മുമ്പേ മരിച്ചു പോയതാണ്. ലീലാമാമയെ മാത്രമേ ഞങ്ങളൊക്കെ ഓർക്കുന്നുള്ളൂ. കാരണം ലീലാമാമയൊക്കെ ഞങ്ങളെക്കാട്ടിൽ കുറച്ചധികം സീനിയർ ആയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ കൊച്ചുമക്കൾ. ഈ ജോയ്ക്കുട്ടിച്ചാൻ, ജോയ്ക്കുട്ടിച്ചാൻ കഴിഞ്ഞ് ലീലാമാമയാണ്. അപ്പൊ ലീലാമാമയ്ക്ക് ആസ്മയുടെ അസുഖം ഉണ്ടായിരുന്നു. വേറെ ഒരു പ്രശ്നമില്ലായിരുന്നു. ആസ്മയുടെ അസുഖം ഉണ്ടായിരുന്നതുകൊണ്ട് ലീലാമാമ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു. ഒത്തിരി ആലോചനകളൊക്കെ, അത് ആക്ച്വലി ജോലിയൊന്നും അതുണ്ടായിരുന്നു. അതൊരു അനുഗ്രഹമായിട്ടാണ് നാട്ടിൽ അന്നൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഒരിക്കൽ അമ്മച്ചി ഇങ്ങനെ, ലീലാമാമ വീട്ടിൽ വന്ന് താമസിക്കുമായിരുന്നു. വീട്ടിൽ വന്ന് ഒരിക്കൽ അമ്മച്ചി ഇങ്ങനെ ചോദിച്ചപ്പോൾ ലീലാമാമ പറഞ്ഞത്, ഒരു കല്യാണാലോചന വന്ന് ചെറുക്കന് വളരെ ഇഷ്ടമായിരുന്നു. ചെറുക്കൻ പറഞ്ഞു, നീ ഒന്നും ചെയ്യേണ്ടി വരില്ല. അപ്പം ലീലാമാമ പറഞ്ഞു, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അവൻ എന്നോട് പറയില്ലേ, അവൻ പറഞ്ഞില്ലേ, അവൻ്റെ അമ്മ പറയും, അവിടെ പോയി വെള്ളം കോരിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, എന്നെ കൊണ്ട് ചെയ്യാനൊക്കില്ല. അപ്പം അതിലും നല്ലത് കല്യാണം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ലീലാമാമ കല്യാണം കഴിച്ചിരുന്നില്ല. എനിക്ക് തോന്നുന്നു 35-നും 40-നും ഇടയ്ക്ക് ലീലാമാമ മരിച്ചു. കാരണം വിവാഹമൊന്നും കഴിക്കാതെ വീട്ടിൽ തന്നെ ഇരുന്ന്, ബ്രദേഴ്സ് എല്ലാം ഗൾഫിലൊക്കെ ആയിരുന്നു. ജോയ്ക്കുട്ടിച്ചാനൊക്കെ ഗൾഫിലൊക്കെ പോയി. അന്നത്തെ കാലത്തെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. നല്ല ഭക്ഷണവും ആവശ്യത്തിലധികം കെയറും. കാരണം ഇഷ്ടപുത്രിയാണ്. അതെ, അപ്പച്ചനും അവിടുത്തെ അന്നത്തെ കാലത്തെ ഒരു വലിയ റേഷൻ കടയുള്ളതും ബിസിനസ്സുകാരനും ഒക്കെ ആയിരുന്നു. അപ്പോൾ അപ്പച്ചനും ഇഷ്ടം പോലെ നല്ല കൃഷിക്കാരനായിരുന്നു. അപ്പോൾ അവർക്ക് പൈസയ്ക്കൊന്നും ഒരു പ്രശ്നമില്ല, ഭക്ഷണത്തിനൊരു പ്രശ്നമില്ല. അപ്പം നന്നായിട്ട് ഭക്ഷിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അതുകൊണ്ടുള്ള ഹോർമോണൽ പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും, അമ്മയ്ക്ക് നല്ല വണ്ണമൊക്കെ ആയി അമ്മ അതിനുശേഷം മരിച്ചുപോയി. അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാറ്റപ്പെട്ട വേറൊരു വ്യക്തിയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി കുസുമം. എന്നെക്കാട്ടിൽ 6 വയസ്സ് മാത്രം മൂത്തതായിരുന്നെങ്കിലും ഞാൻ ഡൽഹിയിൽ വന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സിസ്റ്ററിനോട് കൂടിയായിരുന്നു ഞാൻ താമസിക്കുന്നത്. ഷീ വാസ് ലൈക്ക് എ സെക്കൻഡ് മദർ ടു മീ. ആക്ച്വലി കുസുമാമയ്ക്ക് 2 ആൺമക്കളാണുള്ളത്. 2 പേരും ഒരാൾ ന്യൂയോർക്കിലും ഒരാൾ ഒറിജിനിലും ഉണ്ട്. അതിൽ മൂത്ത റോബിൻ്റെ എപ്പോഴും ഉള്ളൊരു കംപ്ലൈൻ്റ് ആയിരുന്നു, മമ്മിക്ക് ഞങ്ങളെക്കാട്ടിൽ ഇഷ്ടം ബാബുച്ചാനെയാണെന്ന് പറയുമായിരുന്നു. ബാബുച്ചാനാണ് മമ്മിയുടെ ആദ്യത്തെ മോനെന്ന് പറയുമായിരുന്നു. അതുപോലെ ഞാനും അമ്മാമ്മയെ ഞങ്ങൾ 6 വയസ്സിൻ്റെ വ്യത്യാസം ഉള്ളായിരുന്നെങ്കിലും അമ്മാമ്മയെ എൻ്റെ ഒരു മദറിനെ പോലെ തന്നെയായിരുന്നു. എൻ്റെ വൈഫാണെങ്കിലും അതുപോലെയായിരുന്നു കരുതിക്കൊണ്ടിരുന്നത്. അമ്മാമ്മയ്ക്ക് വളരെ ട്രാജിക്കലി ഒരു 35 വയസ്സ് കഴിഞ്ഞപ്പോഴേ ക്യാൻസർ ആയിരുന്നു. ഡൽഹിയിൽ വെച്ചായിരുന്നു. അതിനുശേഷം അവർ ന്യൂയോർക്കിൽ കടന്നു വന്നു. ഞങ്ങൾ വാഷിങ്ടണിൽ 98 ജനുവരിയിൽ കടന്നു വരുന്നു. അതിനു മുമ്പ് ഡിസംബർ 23 ഞങ്ങൾ ന്യൂയോർക്കിൽ വന്ന് അമ്മാമ്മയുടെ കൂടെ ഒരു 10 ദിവസം താമസിച്ചതിന് ശേഷമാണ് ഞങ്ങൾ വാഷിങ്ടണിലേക്ക് കടന്നു പോയത്. 99 ജാനുവരി 5 അമ്മാമ്മ ലോകത്തോട് വിട പറഞ്ഞു.
അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഒരു എന്നുള്ള ഒരു സങ്കടമാണ്. തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ അതുപോലെ ലവിങ് ആയിട്ട് കെയറിങ് ആയിട്ടുള്ളത്, മറ്റുള്ളവരെ പറ്റിയുള്ള കൺസേൺ, അതൊക്കെ അമ്മാമ്മയിൽ നിന്ന് കുറച്ചൊക്കെ പഠിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. എത്രമാത്രം അത് ഞങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന് അറിയത്തില്ല, എങ്കിലും അതൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അമ്മാമ്മയുടെ ലവിങ് ആൻഡ് കെയറിങ് ആറ്റിറ്റ്യൂഡ്, ഇറ്റ് വാസ് എ ബിഗ് തിങ് ആക്ച്വലി. ഇവരെ പറ്റിയൊക്കെ ഓർക്കാനായിട്ട് ഇങ്ങനൊരു അവസരം സെന്നി തന്നതിന് സെന്നിയോട് നന്ദിയുണ്ട്. സെന്നി, താങ്ക് യു. സോ നൈസ് ഓഫ് യു ബാബു. നമ്മളെന്നും അമേരിക്ക വെച്ച് കാണുന്നില്ലല്ലോ, ബാബുവിനെ കിട്ടിയപ്പോൾ എനിക്ക് ഈ എപ്പിസോഡ് ചെയ്തേ പറ്റൂ. താങ്ക് യു സോ മച്ച്. മോസ്കോ ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു അനുഗ്രഹം എന്തായിരുന്നു ചോദിച്ചാൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ കുറച്ച് പ്രായം, എൻ്റെ മൂത്ത മകൾ 10th പാസ്സായതിനു ശേഷമാണ് മോസ്കോയിൽ. അപ്പോൾ രണ്ടാമത്തെ മകളന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 8th മോന് 6th. അപ്പം കുഞ്ഞുങ്ങളൊക്കെ ഈ ജീവിതം കാണാനും അവർക്ക് ഇച്ചിരിയൊക്കെ അവിടുത്തെ നല്ല കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാനും ഒക്കെയുള്ള സമയങ്ങൾ ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെ 3 വർഷക്കാലം ഉണ്ടായിരുന്നു. 3 വർഷക്കാലം മോസ്കോ ഞങ്ങൾ എൻജോയ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, മോസ്കോയിലെ സമ്മർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. സൂര്യപ്രകാശം ലഭിക്കുന്ന 5 മാസമേ ഉള്ളൂ. 5 മാസം അവിടെ എവിടെ നോക്കിയാലും ഫ്ലവേഴ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. അത് ആർട്ടിഫിഷ്യൽ ഫ്ലവർ അല്ല, നാച്ചുറൽ ഫ്ലവർ എവ്രിവെയർ. നിങ്ങൾ എവിടെ നോക്കിയാലും അവിടെ ഫ്ലവർ ഡെക്കറേഷനാണ്. ഈവൻ ഫ്ലവർ കൊണ്ടുള്ള, ഇവിടെ ഈ റോഡിൻ്റെ സൈഡുകളിലെല്ലാം ഫ്ലവർ കൊണ്ടുള്ള വലിയ ക്ലോക്ക്, എവിടെ നോക്കിയാലും. റഷ്യ മാത്രമേ കണ്ടിട്ടുള്ളൂ. റഷ്യയിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി, റഷ്യയുടെ പഴയ 1909 വരെ അവിടുത്തെ ക്യാപിറ്റലായിരുന്നു സെന്റ് പീറ്റേഴ്സ്ബർഗ്. ലെനിൻഗ്രാഡ് എന്നായിരുന്നു പണ്ടറിയപ്പെടുന്നത്. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ഞങ്ങളൊരു 5 ദിവസത്തെ ഒരു യാത്ര ചെയ്തിരുന്നു. അവിടെ ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. നമ്മളവിടെ ചെന്നാൽ അവിടുത്തെ ഓരോ ബിൽഡിങ്സ്, ഓരോ ചർച്ചുകളൊക്കെ ഹ്യൂജ് ചർച്ചുകളും, അത് ഇത്ര മാത്രം ഭംഗിയായിട്ടാണ് അവരത്. ഓർത്തഡോക്സ് ചർച്ചുകളാണോ? അതെ, ഓർത്തഡോക്സ് ചർച്ചുകളാണ്. ആക്ച്വലി കമ്മ്യൂണിസ്റ്റ് ഭരണം ഏറ്റെടുത്തതിന് ശേഷം ലെനിന് അതെല്ലാം ഇടിച്ചു കളയാനായിട്ട് അവർക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. അത് ചിലപ്പം ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അദ്ദേഹം അതിന് സമ്മതിച്ചില്ല. അതൊക്കെ വലിയ ബാൺസായിട്ട് അവർ കൺവേർട്ട് ചെയ്തു. 90s ഇതിൻ്റെ പുതിയ എൽസിൻ വന്നതിന് ശേഷം അതൊക്കെ റീകൺസ്ട്രക്ട് ചെയ്ത് വീണ്ടും പഴയതുപോലെ ആൾക്കാർക്ക് പോയി പ്രാർത്ഥിക്കാം. പഴയതുപോലെ അത് റീമോഡൽ ചെയ്തെല്ലാം എടുത്തു. അപ്പോൾ അവരത് നശിപ്പിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ അതെല്ലാം റിയൽ മോണുമെന്റ്സ് ആണ്. പിന്നെ നമുക്കറിയാമല്ലോ, ക്രെംലിൻ, അതൊക്കെ ജീവിതത്തിലെ വലിയ അനുഭവങ്ങളാണ്. അതൊക്കെ കാണാൻ സാധിച്ചു. സെന്റ് പീറ്റേഴ്സ്ബർഗ് കാണാൻ സാധിച്ചു. അവിടുത്തെ മെട്രോ സ്റ്റേഷനുകളെ പറ്റി യെസ്, അത് നമ്മൾ പറയാതിരുന്നാൽ അത് അവിടുത്തെ എല്ലാ മെട്രോ സ്റ്റേഷൻസും ഏകദേശം 100 വർഷക്കാലമൊക്കെ പഴയതാണെങ്കിലും അത് ഒത്തിരി വളരെ താഴ്ചയിലാണ് കേട്ടോ. എസ്കലേറ്ററിൽ നമ്മൾ കയറിയാൽ ഏകദേശം 2 മിനിറ്റൊക്കെ എടുത്താണ്. അവിടെ വിക്ടറി പാർക്ക് എന്ന് പറയുന്ന ഒരു മെട്രോ സ്റ്റേഷൻ, അതാണ് ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ളത്. അവിടുത്തെ ഒരു കാര്യം, 8 മില്യൺ ആളുകളാണ് അവിടുത്തെ മെട്രോ എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഓരോ 45 സെക്കൻഡ്സിൽ 45 to 1 മിനിറ്റിൽ ഓരോ ട്രെയിനും വന്നുകൊണ്ടിരിക്കും. അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുപോലെ കടന്നു പോകുന്നു, ഒരുപോലെ തിരിച്ചു പോകുന്നു. അവിടെ ഒരു തരത്തിലുള്ള ഡിസിപ്ലിൻ. അത് തന്നെയല്ല സെന്നി, ഓരോ സ്റ്റേഷനിലും 10 സെക്കൻഡ് അടുത്തേ നിർത്തുകയുള്ളൂ. പക്ഷെ അവിടെ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ വിത്തൗട്ട് എനി ഹിൻഡ്രൻസ് അകത്ത് കയറും, അതുപോലെ ഇറങ്ങും. വളരെ ക്ലിയർ ആണ്. കയറേണ്ടിയവർ നടുക്കൂടെ കയറും, ഇറങ്ങേണ്ടിയവർ 2 സൈഡിൽ കൂടെ ഇറങ്ങും. ബോംബെ പോലെ അല്ലല്ല, അത് ക്ലിയർ ആയിട്ട്. അതുകൊണ്ട് ആർക്കും ഒരു പ്രശ്നമില്ല. അവര് ഇറങ്ങുന്നു, ഇവര് കയറുന്നു, പോകുന്നു. കഴിയാത്തവര് അവിടെ നിൽക്കുന്നു. അടുത്ത 1 മിനിറ്റിനുള്ള അടുത്ത ട്രെയിൻ വരും. റഷ്യയിൽ എത്രമാത്രം യാത്ര ചെയ്തിട്ടുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും? റഷ്യയില് ആക്ച്വലി എനിക്ക് അന്ന് 2 കാര്യങ്ങൾ. ഒന്ന്, റഷ്യ പൊളിറ്റിക്കലി ഒന്ന്
ഒത്തിരി ആക്റ്റീവായിട്ടുള്ള ഒരു കൺട്രി ആയിരുന്നു. അപ്പോൾ നമുക്ക് ഓഫീസിലെ തന്നെ ഞങ്ങളൊക്കെ 8 മണിയൊക്കെ ആയിട്ടാണ് പോകുന്നത്. പ്ലസ് കുഞ്ഞുങ്ങളുടെ പഠിത്തം, കുഞ്ഞുങ്ങളൊക്കെ എൻ്റെ മൂത്ത മകൾ അവിടെ നിന്നാണ് 12th കംപ്ലീറ്റ് ചെയ്ത്. കുഞ്ഞുങ്ങളുടെ പഠിത്തം സ്കൂളിൽ നമ്മൾ ചില ദിവസങ്ങളിൽ പാരൻറ് ടീച്ചേഴ്സ് മീറ്റിങ്ങിനൊക്കെ പോവുക. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീടുകളിൽ പാർട്ടികളൊക്കെ അറേഞ്ച് ചെയ്യുക, അതിനൊക്കെ പോവുക. അപ്പം ഞങ്ങൾക്ക് ഒത്തിരി എക്സ്റ്റെൻസീവായിട്ടൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി ഓരോ വീക്കെൻഡുകളിലും അവിടെയുള്ള ഒരു 10 മെട്രോ സ്റ്റേഷൻ അപ്പുറേ ഉള്ള സ്ഥലങ്ങൾ പോവുക. പിന്നെ മോസ്കോയിൽ ഞങ്ങൾ റഷ്യൻ സർക്കസ്, അതിൻ്റെ അരീനയിൽ പോയി കണ്ടു. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അത് നമ്മളാണല്ലോ പയനിയേഴ്സ്. ഓ യെസ്, അത് നമുക്ക് അതിൻ്റെ ബ്യൂട്ടി ഒന്നും പറഞ്ഞറിയിക്കാനൊക്കെ അല്ല. അതൊക്കെ നമ്മൾ അവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും നമ്മളത് എൻജോയ് ചെയ്യുക മാത്രമല്ല, അത്ഭുതത്തോടു കൂടിയാണ്. അതൊരു സംഗതിയാണ്. പിന്നെ അവിടുത്തെ പല സ്ഥലങ്ങൾ, അവിടുത്തെ എന്താ പറയുക, പ്ലാനറ്റോറിയം, അങ്ങനെ വേരിയസ് മ്യൂസിയംസ് ഒക്കെ ഒത്തിരി കാണാനൊത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ അവിടുത്തെ മ്യൂസിയംസ് ഒക്കെ കാണണമെങ്കിൽ അത് മില്യൺസ് ഓഫ് ഐറ്റംസ് ആണ്. അപ്പം ഒരാഴ്ചയൊക്കെ നടന്നാലും അത് കാണാൻ പറ്റില്ല. നമ്മൾ ബിഗ് ആണ്. പിന്നെ നമ്മൾ 5 ദിവസത്തിനുള്ളിൽ കാണാവുന്ന കാര്യങ്ങളൊക്കെ കണ്ട് അനുഭവിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു. മോസ്കോയിൽ നിന്ന് ഞങ്ങൾ നേരെ ഡൽഹിയിൽ വന്ന് 1 വർഷത്തിന് ശേഷം ഞങ്ങൾ കടന്നുപോയത് പോർട്ട് ഓഫ് സ്പെയിൻ. അതായത് ക്രിക്കറ്റിൻ്റെ വെസ്റ്റ് ഇൻഡീസ് പറയുമ്പോൾ ബ്രയൻ ലാറ, ബ്രാവോ, പോളാർഡ് ഒക്കെയുള്ള പോർട്ട് ഓഫ് സ്പെയിൻ. അതിൻ്റെ അത് നമ്മുടെ ട്രിനിഡാഡ് പോർട്ട് ഓഫ് സ്പെയിനിൽ, അവിടാണ് ഗാവസ്കർ 71-ൽ 220 റൺസ് അടിച്ചത്. ഞങ്ങളുടെ വീടിന് വളരെ അടുത്തായിരുന്നു. ബ്രയൻ ലാറ താമസിക്കുന്ന ഞങ്ങളുടെ എംബസിയോട് ഒരു 1.5 മൈൽ ദൂരെയുള്ള സ്ഥലമായിരുന്നു അദ്ദേഹം. അവരൊക്കെ എംബസി ഹൈക്കമ്മീഷനാണ്. ഹൈക്കമ്മീഷനിൽ വിസ ഒക്കെ എടുക്കാനായിട്ട് വരുമായിരുന്നു. അത് തന്നെയല്ല, അവരൊക്കെ വളരെ ഡൗൺ ടു എർത്ത് ആളുകളാണ്. അവരോടൊക്കെ ഞങ്ങളൊരിക്കൽ ഇങ്ങനെ ഹൈക്കിങ്ങിന് പോയപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് കൂടി ഇങ്ങനെ സംസാരിച്ച് മുകളിലോട്ട് കടന്നു പോകുമ്പോൾ 4 വെസ്റ്റ് ഇന്ത്യൻ ആളുകൾ ഇങ്ങോട്ട് വരുന്നു. അപ്പം ഞങ്ങൾ അത്രയും നോക്കിയില്ല. ഉടനെ അതിലൊരാൾ ചോദിച്ചു, ആർ യു ഫ്രം ഇന്ത്യ? നോക്കിയപ്പോൾ ബ്രയൻ ലാറയും 3 ഫ്രണ്ട്സുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഡൽഹിയിൽ നിന്ന് വന്ന ഒരു ഫ്രണ്ടിനെ അവിടെ കാണിക്കാനായിട്ട് ഞങ്ങളിങ്ങനെ നടന്നു പോകുമായിരുന്നു. അദ്ദേഹം ഹി വാസ് സോ എക്സൈറ്റഡ്. എന്നിട്ട് ഉടനെ അവരുടെ കൂടെ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ വീട് ഇവിടെയാണ്, നിങ്ങൾ എംബസിയിൽ നിന്നാന്ന് പറഞ്ഞു, ഹൈക്കമ്മീഷൻ എന്നാന്ന് പറഞ്ഞു. ഓക്കെ, യു ആർ വെൽക്കം ഹിയർ, ഞങ്ങളുടെ വീട്ടിലോട്ട് വരണമെന്നൊക്കെ പറഞ്ഞ് വെൽക്കം ഒക്കെ ചെയ്തു. പക്ഷെ നമുക്ക് പോകാനൊന്നും പറ്റില്ല, ഇത് വേറൊരു സംഗതി. അങ്ങനെ അവിടെ ഞങ്ങൾ അവിടെ കണ്ട ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ഒരു വലിയ സെൻറ്റർ ഓഫ് ദി പോർട്ട് ഓഫ് സ്പെയിൻ അവിടെ വലിയൊരു മൈതാനമുണ്ട്. അതിന് ചുറ്റും 3.5 കിലോമീറ്ററാണ്. അപ്പോൾ ആളുകളെല്ലാം വാക്കിങ്ങിന് അവിടെ വരും. അത് രാവിലെ 4 മണി തൊട്ട് രാത്രി 12 വരെ എപ്പോഴും ആളുകൾ അവിടെ കാണും. അവിടെ പ്രസിഡന്റ് വരും, അവിടെ പ്രൈം മിനിസ്റ്ററിനെ അങ്ങനെ കണ്ടിട്ടില്ല, മിനിസ്റ്റേഴ്സൊക്കെ അവിടെ വരും, ജഡ്ജസ്, ഹൈ റാങ്കിങ് ഓഫീസേഴ്സ് എല്ലാം വരും. വിത്തൗട്ട് എനി സെക്യൂരിറ്റി പ്രോബ്ലം അവരെല്ലാം അവിടെ ഒരു ഷോർട്സും റണ്ണിങ്, ജോഗിങ് ഇതൊക്കെ ചെയ്യും. അപ്പോൾ അവിടെ കാണുമ്പോൾ ഹലോ പറഞ്ഞിട്ട് എല്ലാവരും പോവും. അതൊക്കെ ഒരു സ്പെഷ്യൽ, നമ്മുടെ രാജ്യവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതൊക്കെ എൻ്റയർലി നമുക്കൊന്നും ഇമാജിൻ ചെയ്യാത്ത സംഗതികളാണ്. പോർട്ട് ഓഫ് സ്പെയിനിൽ ഞങ്ങൾ എൻജോയ് ചെയ്ത് ജസ്റ്റ് ലൈക്ക് കേരള. അവിടെ കപ്പയൊക്കെ കഴിച്ച് ഞങ്ങൾ മടുത്തു. കപ്പ, ഏത്തപ്പഴം, പിന്നെ തേങ്ങ, ചെറിയ പഴം, പപ്പായ കിട്ടാൻ സുലഭമാണ്. ഓ യെസ് യെസ് യെസ്. ഞങ്ങളതൊക്കെ ഏത്തപ്പഴമൊക്കെ ഇങ്ങനെ, അവിടെയും പൗണ്ടാണ്, 10-20 പൗണ്ടൊക്കെ മേടിച്ചുകൊണ്ട് പോയി കഴിക്കുകയും, അത് ഏത്തപ്പഴം മാത്രമല്ല പച്ച ഏത്തക്കായും കിട്ടും. അപ്പോൾ അത് കൊണ്ടുപോയി നമ്മൾ ചിപ്സൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഫ്രണ്ട്സ്, നമ്മുടെ നോർത്ത് ഇന്ത്യനിലൊക്കെ ഫ്രണ്ട്സിനൊക്കെ അതൊക്കെ വലിയ ഇഷ്ടമല്ലേ. അപ്പോൾ അതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ അവിടെ തന്നെ ഉണ്ടാക്കി ഫ്രഷായിട്ട് കൊടുക്കുകയും, അങ്ങനെ വളരെ സന്തോഷകരമായി. ഞങ്ങൾ 6 ഫാമിലീസ് ഒരു ഗവൺമെൻറ് ഓൺഡ് ബിൽഡിങ്ങിലായിരുന്നു ഒരുമിച്ച്. അപ്പോൾ അതൊരു വലിയ അനുഭവമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പോർട്ട് ഓഫ് സ്പെയിനിൽ നിന്ന് ഡൽഹിയിൽ കടന്നുപോയി. ഞാൻ അവിടെ ഫോറിൻ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ 2 വർഷത്തിന് ശേഷം ഞങ്ങൾക്ക് വീണ്ടും ഹ്യൂസ്റ്റൺ, കോൺസുലേറ്റ് ഓഫ് ജനറൽ ഹ്യൂസ്റ്റണിലേക്ക് ഞങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിച്ചു. ഹ്യൂസ്റ്റണിൽ നിന്ന് അവിടെ 3 വർഷക്കാലം വളരെ ടഫ് ആൻഡ് വളരെ ബിസി ലൈഫായിരുന്നു അവിടെ കേട്ടോ. മില്യൺസ് ഓഫ് ഇന്ത്യൻസ്. ടെക്സാസ് കൂടാതെ മറ്റ് സ്റ്റേറ്റുകളും ഉണ്ടല്ലോ. 8 സ്റ്റേറ്റുകളാണ് ഈ കോൺസുലേറ്റിൻ്റെ അണ്ടറിൽ. ടെക്സാസിലൊക്കെ എസ്പെഷ്യലി ഡാലസ്, ഹ്യൂസ്റ്റണൊക്കെ ഫുൾ ഓഫ് ഇന്ത്യൻസ്
ആൻഡ് മോസ്റ്റ് ഓഫ് ദം ആർ മലയാളി. കൂടുതൽ പാസ്പോർട്ട്, പിന്നെ OCI കാർഡ്സ്. കാരണം സിറ്റിസൺഷിപ്പ് എടുക്കുന്നവരിങ്ങനെ ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അത് വളരെ വളരെ ബിസി ആയിട്ടുള്ളൊരു സ്റ്റേഷനാണ്. അതിനുശേഷം ഞങ്ങൾക്ക് ആഫ്രിക്കയിൽ എറിട്രിയ എന്നൊരു രാജ്യത്തേക്ക് 11 മാസത്തേക്കൊരു ലാസ്റ്റ് പോസ്റ്റിംഗ് ലഭിച്ചു. അവിടെ നിന്ന് ഞാൻ റിട്ടയർ ചെയ്തു, നാട്ടിൽ കടന്നുപോയി. സുഡാനോട് നെക്സ്റ്റ് പറയാൻ ആഗ്രഹിച്ചത് അതിൻ്റെ നെയ്ബറിംഗ് കൺട്രിയാണ് സുഡാൻ, എത്യോപ്യ ആൻഡ് ഈജിപ്ത്. അതിൻ്റെ ഈസ്റ്റേൺ സൈഡ് റെഡ് സീ ആണ്. ഓക്കെ, ഞങ്ങൾക്ക് ആദ്യത്തെ ഞങ്ങളുടെ പോസ്റ്റിംഗ് സുഡാനായിരുന്നു. സുഡാനിൽ നിന്ന് ഞങ്ങൾ യുഎസിൽ വാഷിങ്ടണിലേക്ക് കടന്നുപോയി. അതിനുശേഷം ആ സർക്കിൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഹ്യൂസ്റ്റണിൽ വന്നു. ഹ്യൂസ്റ്റൺ അമേരിക്ക. അവിടുന്ന് ഞങ്ങൾ നേരെ സുഡാൻ്റെ നെക്സ്റ്റ് നെയ്ബറിംഗ് കൺട്രിയായ എറിട്രിയയിലേക്ക് ഞങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടി. ഞങ്ങൾ ആരംഭിച്ചിടത്ത് അവസാനിച്ചു. അത് വളരെ അതൊക്കെ കോയിൻസിഡൻസ് ആണ്. സർക്കിൾ കംപ്ലീറ്റ് ആക്കി ലൈഫിൻ്റെ ഒരു സ്പെഷ്യൽ സർക്കിൾ. ഞങ്ങൾ ഈ ഫോറിൻ അഫയേഴ്സിലുള്ള ജീവിതം അവസാനിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് കടന്നു പോകാൻ സാധിച്ചു. വളരെ വളരെ നല്ല അനുഭവങ്ങളാണ് ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസൊക്കെ ഇപ്പം ചിന്തിച്ച് നോക്കിയാൽ അതിൽ നിന്നൊക്കെ എങ്ങനെ കടന്നുപോയെന്നറിയത്തില്ല. കാരണം ഓരോ രാജ്യത്തും ചെല്ലുമ്പോൾ നമ്മൾ ഏത് റാങ്കിലുള്ള ആളാണെങ്കിലും ഫെസിലിറ്റീസ് ഉണ്ടെങ്കിലും എന്താണെന്നറിയാം, പുതുതായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം, പുതുതായിട്ട് ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് സ്കൂൾ കണ്ടുപിടിക്കണം, അവർക്ക് അഡ്മിഷൻ ലഭിക്കണം, കുഞ്ഞുങ്ങൾ ഇന്ത്യയിലോ മറ്റു രാജ്യങ്ങളിലോ ആണെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഒക്കെ ഒത്തിരി സിം കാർഡ് എല്ലാം പുതുതാണ്. എവറിത്തിങ്, മൊബൈല്, പുതിയ ഫ്രണ്ട്സ്, പുതിയ ഭാഷ, പുതിയ കൾച്ചർ. ഓരോരുത്തരുടെയും കൾച്ചർ അനുസരിച്ചല്ല നമുക്ക് മറ്റുള്ളവരോട് ഇടപെടാനൊക്കെ ഉള്ളൂ. അപ്പം അതൊക്കെ ഒരു ജീവിതത്തിലെ വലിയൊരു അനുഭവമായിരുന്നു. ഇതൊക്കെ എന്നെപ്പോലെ ഒരു നെടുങ്കുന്നം പഞ്ചായത്തിൽ ചേലക്കൊമ്പ് എന്ന സ്ഥലത്ത് ഒരു ചെറിയ ഒരു വില്ലേജിൽ ജനിച്ച് വളർന്ന ഞാൻ ഇങ്ങനെ ലോകത്ത് വളരെ രാജ്യങ്ങളിൽ കടന്നു പോകാനും പല ഡിഗ്നിറ്ററീസിനെയും കാണാനും സംസാരിക്കാനും അവരെയൊക്കെ റിസീവ് ചെയ്യാനും അവരോട് സംസാരിക്കാനും ഒക്കെ അവസരം ലഭിച്ചു. ഇറ്റ് വാസ് റിയലി എ ബിഗ് ബ്ലെസ്സിങ്. ഓക്കെ ബാബു, ചുരുക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം കൂടെ ചോദിക്കാനുള്ളത്, ഈ പറഞ്ഞ രാജ്യങ്ങളിലെല്ലാം പോയതിൽ ഏറ്റവും നന്നായി സംസാരിക്കാൻ പറ്റുന്ന ഭാഷ ഏതെങ്കിലും പഠിച്ചോ? അറബിക്ക് ഉൾപ്പെടെ, റഷ്യൻ ഉൾപ്പെടെ കേട്ടാൽ മനസ്സിലാവുന്ന ഏതെങ്കിലും ലാംഗ്വേജ്? റഷ്യനൊക്കെ നമുക്ക് കേട്ടാൽ മനസ്സിലാകും, വായിക്കാനും കുറച്ചൊക്കെ അറിയാമായിരുന്നു. പക്ഷേ എൻ്റെ ജോലിയോടനുബന്ധിച്ച് കുറച്ച് വർഷങ്ങൾ നമുക്ക് കൂടുതൽ പബ്ലിക് ഡീലിങ്സ് ഇല്ലായിരുന്നതുകൊണ്ട് സുഡാനിൽ ഞാൻ കോൺസുലർ ഡിവിഷനിലായിരുന്നുകൊണ്ട് തീർച്ചയായിട്ടും ആളുകളെ അവിടെ ഇംഗ്ലീഷും ഓഫ് കോഴ്സ് അറബിക് കുറച്ചൊക്കെ പഠിച്ചിരുന്നു. അതിന് പിന്നെ വാഷിങ്ടൺ ഓഫ് കോഴ്സ് ഇംഗ്ലീഷ്, പോർട്ട് ഓഫ് സ്പെയിൻ ഇംഗ്ലീഷ്, യമനിൽ അറബിക് ആണെങ്കിലും നമുക്കന്ന് ഇംഗ്ലീഷും അറബിക്കും കുറച്ചൊക്കെ. അറബിക്ക് എനിക്ക് സുഡാനിൽ നിന്ന് കുറച്ചറിയാമായിരുന്നുകൊണ്ട് ചില വാക്കുകളൊക്കെ അറിയാം. നമ്മൾ അതുകൊണ്ട് മാനേജ് ചെയ്തെന്നേ ഉള്ളൂ. പിന്നെ മോസ്റ്റ്ലി എല്ലാം ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ മറ്റു ഭാഷകളൊന്നും പഠിക്കുവാനായിട്ട് താല്പര്യമുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ സ്പാനിഷും റഷ്യനും ഫ്രഞ്ചും ഒക്കെ കുറച്ചൊക്കെ പഠിച്ചു. അത് അവരുടെ തേർഡ് ലാംഗ്വേജ് ആയിട്ടൊക്കെ അവർ പഠിച്ചിട്ടുണ്ട്. ഇനിയും പോകണമെന്ന് ആഗ്രഹമുള്ള ഈ പറഞ്ഞ രാജ്യങ്ങൾ ഏതെല്ലാം? എനിക്ക് ഇഷ്ടമുള്ള ഒരു കൺട്രി എറിട്രിയ. അത് ഇത്രയും സുന്ദരവും മറ്റ് വേൾഡ് വൈഡ് എല്ലാവരും നോക്കിയാൽ അവർ വലിയ ഒന്നുമില്ല, ഡെവലപ്മെന്റ് ഒക്കെ വളരെ. നോബൽ പ്രൈസ് മാത്രം കിട്ടിയിട്ടുണ്ട് പ്രസിഡന്റ്. അതെന്താന്ന് ചോദിച്ചാൽ അവരുടെ ട്രൂസ് ഉണ്ടായതിനു വേണ്ടിയാണ്. അത് എറിട്രിയയുടെ പ്രസിഡന്റും നമ്മുടെ എത്യോപ്യൻ പ്രൈം മിനിസ്റ്റർക്കും കൂടെയാണ് കിട്ടിയത്. ഇത് അവിടുത്തെ ബ്യൂട്ടി, നാച്ചുറൽ ബ്യൂട്ടി, അല്ല. ശരി. അത് ഈ സുഡാനും സൊമാലിയൊക്കെ ഡെസേർട്ട് അല്ലേ? ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ ഖാർത്തൂം നൈൽ, ബ്ലൂ നൈൽ ആൻഡ് വൈറ്റ് നൈൽ കൺവേർജ് ചെയ്യുന്ന അവിടെ. ആക്ച്വലി അവിടെ ആ സ്ഥലം, സുഡാനുള്ള സ്ഥലം മുഴുവൻ നമ്മൾ കൃഷി ചെയ്താൽ ഒരിക്കൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് അൺഒഫീഷ്യലായിട്ടുള്ള സജഷൻ പോയതാണ്. അവിടെ നമ്മൾ കൃഷി ശരിയായിട്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ആഫ്രിക്കയ്ക്കുള്ള ഫുഡ് കിട്ടാമെന്നാണ് പല വിദഗ്ധരും പറയുന്നത്. ഓക്കെ.
സോ ശരിക്കും പറഞ്ഞാൽ ബാബു ഒരു ഗ്ലോബിന്റെ ഹാഫ് അല്ലേ കവർ ചെയ്തുള്ളൂ, ഒരു ഹാഫ് ഇല്ല പെൻഡിങ് അല്ലേ? പെൻഡിങ്. ആക്ച്വലി എൻ്റെ ആഗ്രഹം, എനിക്ക് ഹ്യൂസ്റ്റണിലേക്ക് എൻ്റെ പോസ്റ്റിംഗ് വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ചോയ്സ് കൊടുക്കാം. അപ്പോൾ ഞാൻ മോസ്റ്റ്ലി കൊടുത്ത ചോയ്സുകൾ യൂറോപ്പ് ആൻഡ് ഓസ്ട്രേലിയ, കാരണം ആ സൈഡിലേക്ക് സൗത്ത് ഈസ്റ്റിലേക്ക് പോയിട്ടില്ല. പിന്നെ യൂറോപ്പിൽ ഞങ്ങൾ മോസ്കോ ചെയ്തെന്ന് പറഞ്ഞാൽ അതൊരു യൂറോപ്യൻ കൺട്രി അല്ല, കാരണം അതിൻ്റെ വലിപ്പം കൊണ്ട്. യൂറോപ്പിലെ മറ്റേത് രാജ്യത്ത് പോയാലും നമുക്ക് ആ രാജ്യങ്ങളെല്ലാം കവർ ചെയ്യാം. അതുപോലെ ചെറിയ ചെറിയ കൺട്രി. റഷ്യ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് കൺട്രി. എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇപ്പോഴും നടക്കാതിരിക്കുന്ന ഒരു ആഗ്രഹം, സൈബീരിയൻ റെയിൽവേ ട്രെയിനിലൊന്ന് കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് വ്ളാഡിവോസ്റ്റോക്ക് മുതൽ ഈസ്റ്റ് മുതൽ വെസ്റ്റ് വരെ, അത് മംഗോളിയ വരെ പോകുന്ന 7 ദിവസത്തെ ജേണിയാണ്. അത് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നടന്നില്ല. ദൈവം അനുവദിച്ചാൽ ജീവിതത്തിൽ എന്തെങ്കിലും അത് നടന്ന് കിട്ടണമെന്ന് എനിക്കൊരു ആഗ്രഹമുള്ള ഒരു സംഗതിയാണ്. അതാണ് ഒരു സംഗതി. പിന്നെ എനിക്ക് തീർച്ചയായിട്ടും വെസ്റ്റ് ഇൻഡീസിൽ ഒന്നുകൂടി ഞാൻ ജമൈക്കയിൽ അവിടെ പോയിട്ടുള്ളൂ. പിന്നെ ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ സെക്കൻഡ് കൺട്രി, ആ കൺട്രിയുടെ പാർട്ട് തന്നെയാണ്. ഞങ്ങൾ അവിടെയൊക്കെ പോയിട്ടുണ്ട്. ബാക്കി മറ്റ് ഞാൻ ഈ 2 ജമൈക്കയിൽ മാത്രമേ അവിടെ നിന്ന് പോയുള്ളൂ. പിന്നെ ഞാൻ ഓഫ് കോഴ്സ് സൗത്ത് അമേരിക്കയിലെ ബൊഗോട്ട പ്ലസ് കൊളംബിയ പോകാനുണ്ട്. അവിടെ പോയിട്ടുണ്ട്. ഒഫീഷ്യൽ വിസിറ്റ്. ബ്രസീലും അങ്ങനെ പോയിട്ടില്ല. എൻ്റെ ഒന്നുകിൽ ബ്രസീലും ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, അന്ന് ഞങ്ങൾക്ക് ആ മീറ്റിങ്ങിൽ, എൻ്റെ പോസ്റ്റിംഗ് ഡിസൈഡ് ചെയ്യുന്ന ആ മീറ്റിങ്ങിൽ അമേരിക്കയിലെ 3-4 മിഷൻസിലെല്ലാം വേക്കൻസി ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് അതും കൊടുത്തു. അപ്പം ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. കാരണം ഞങ്ങളുടെ ജീവിതത്തിലെ മറ്റ് സംഭവങ്ങൾ, അതിന് ലേറ്റർ ഓൺ സംഭവിച്ച സംഭവങ്ങൾ കാണുമ്പോൾ അത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. അത് ഇറ്റ് വാസ് ഫോർ ഗുഡ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങളത് ഇനിയും യൂറോപ്പും ഓസ്ട്രേലിയയും ഒക്കെ ദൈവം ഞങ്ങൾക്ക് അതിനുള്ള അവസരം തരും എന്നുള്ള വിശ്വാസവും, അങ്ങനെ തന്നെങ്കിൽ പോകണമെന്നുള്ള ആഗ്രഹവും ഇപ്പോഴും മനസ്സിലുണ്ട്. താങ്ക് യു ബാബു. ഹിസ്റ്റൺ വോയിസ് സഹകരിച്ചതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു വെരി മച്ച്. കാണാൻ വേണ്ടി കാണാം അടുത്ത വീട്ടിലേക്ക്. താങ്ക് യു. ഹായ് ഗൈസ്. അപ്പോൾ വീണ്ടും ഒരു എൻ്റെ ജീവിതത്തിലെ മറ്റു ചില അനുഭവങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ ഞാൻ 88 ജനുവരി 18 ജോയിൻ ചെയ്തു. അതിനുശേഷം എൻ്റെ ആദ്യത്തെ ഫോറിൻ അസൈൻമെൻറ്റ് 94-ലായിരുന്നു. അത് എനിക്ക് സുഡാൻ എന്ന സ്ഥലത്തേക്കാണ്, ഖാർത്തൂമുള്ള ഇന്ത്യൻ എംബസിയിൽ ആണ് ഞാൻ ആദ്യമായിട്ട് അവിടെ എനിക്കൊരു ഫോറിൻ പോസ്റ്റിംഗ് ആകുന്നത്. ഞാനപ്പോൾ എൻ്റെ ഫാമിലിയിൽ എൻ്റെ മൂത്ത മകൾ അന്ന് 2 വയസ്സുണ്ട്. ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് ദുബൈയിലേക്ക് പോയി. ദുബൈ ടു എത്യോപ്യ, അവിടെ അഡിസ് അബാബയിൽ ഇറങ്ങി. അവിടെ 3 മണിക്കൂർ ട്രാൻസിറ്റ് ഉണ്ട്. അതിനുശേഷം അന്നത്തെ കാലത്ത് അവിടെ ചെന്ന് നമ്മുടെ പാസ്പോർട്ട് അവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ, അവിടെ ട്രാൻസിറ്റ് ഡെസ്കിൽ കൊടുക്കുമ്പോൾ അവിടുന്ന് ഉള്ള ടിക്കറ്റ് ലഭിക്കണം. എന്നാൽ ഞങ്ങൾ ദുബൈയിൽ നിന്ന് ആഡീസിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മോള് 2 വയസ്സേ ഉള്ളെന്ന്. അപ്പോൾ അവൾക്ക് ചെവിക്ക് അതികഠിനമായ വേദന. അപ്പം എന്താണ് പ്രയാസം എന്നറിയില്ല, അവൾ അമിതമായിട്ട് കരഞ്ഞുകൊണ്ടിരുന്നപ്പം എൻ്റെ വൈഫാണ് അതിങ്ങനെ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ഫോറിൻ ട്രിപ്പാണ്. അതും അറിയാത്ത ഒരു രാജ്യത്തിൽ കൂടിയൊക്കെ കടന്നു പോകണം. അവിടെ ചെന്ന് ഞങ്ങൾ ഡെസ്കിൽ ഞങ്ങൾ ഇറങ്ങി, കുഞ്ഞിനെ എടുത്തുകൊണ്ട് കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ അപ്പം ഹാൻഡ് ബാഗേജൊക്കെ അന്നുണ്ട്. അപ്പോൾ എൻ്റെ ചില ഫ്രണ്ട്സിന്, എൻ്റെ ഒരു മിനിസ്ട്രിയിലുള്ള ഒരു അദ്ദേഹത്തിൻ്റെ മോൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ കയ്യിലൊരു 5 കിലോ ഉള്ള ഒരു വലിയൊരു ജാർ, എൻ്റെ ഓർമ്മ ശരിയാണ്, പിക്കിളായിരുന്നു. പാഞ്ചിരംഗ് എന്ന് പറയുന്ന നോർത്ത് ഇന്ത്യയിലൊക്കെ കിട്ടുന്നൊരു പിക്കിൾ. അദ്ദേഹം അത് കൊടുക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. കൊണ്ടുവന്നപ്പോൾ അത് 5 കിലോ ഉള്ള ഒരു 3 കിലോയുടെ ആണെന്ന് തോന്നുന്നു, വലിയൊരു ജാർ. അപ്പോൾ അത് കൊണ്ടുപോകാനിരിക്കാൻ ഒക്കെയുള്ള വാക്ക് പറഞ്ഞാണല്ലോ എന്ന് ഓർത്ത് കൊണ്ടുപോയി. അതൊക്കെ എൻ്റെ ഹാൻഡ് ബാഗേജിലുണ്ടായിരുന്നു. ഹാൻഡ് ബാഗേജ് വാസ് വെയിങ് മോർ ദാൻ 10 കിലോസ്. അപ്പം അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ അങ്ങനെ റെസ്ട്രിക്ഷനൊന്നുമില്ല. പ്രത്യേകിച്ച് ഞങ്ങൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അസൈൻമെൻറ്റ് പോകുന്നതുകൊണ്ട് വളരെ ഞങ്ങൾക്ക് അങ്ങനെ കുറച്ചൊക്കെ സാധനങ്ങൾ കൂടുതലായിട്ട് കൊണ്ടുപോകാം. അപ്പോൾ എൻ്റെ 10 കിലോസ്, എൻ്റെ വൈഫിൻ്റെ ഹാൻഡ് ബാഗേജ് 10 കിലോസ്, ഇതൊക്കെ പിടിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങുന്ന. അന്നത്തെ കാലത്ത് നമ്മൾ ഇറങ്ങി കുറച്ച് നടന്നൊക്കെയാണ് അഡീസ് അബാബയിലെ എയർപോർട്ട് ടെർമിനലിൽ എത്തുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ
ബാഗിൻ്റെ അകത്തായിരുന്നു, ഞങ്ങളുടെ വൈഫിൻ്റെ ഹാൻഡ് ബാഗിൻ്റെ അകത്തായിരുന്നു ആക്ച്വലി ദി പാസ്പോർട്ടും എല്ലാം ഇരുന്നത്. ഞങ്ങളവിടെ ചെന്ന് നോക്കിയപ്പോൾ ബാഗില്ല, കയ്യിലില്ല. പെട്ടെന്ന് ഇതെൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവമാണ്. പെട്ടെന്ന് ജസ്റ്റ് ഇമാജിൻ, ഞാൻ അവിടെ ഇമിഗ്രേഷൻ്റെ അവിടെ നിൽക്കുന്നു, എയർപോർട്ടിൽ ആ ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്ത് ഏകദേശം 1 മൈൽ ദൂരെ കിടക്കുകയാണ്. ഞാൻ പെട്ടെന്ന് അവിടെ പറഞ്ഞു എൻ്റെ ബാഗ് അതിൻ്റെ അകത്തായിപ്പോയി. അപ്പം അന്ന് മൊബൈലൊന്നും ഇല്ല, 94 സെപ്റ്റംബറിലെ കാര്യമാണ് പറയുന്നത്. അവരെന്നോട് പറഞ്ഞു തിരിച്ചു പോയിട്ട് നോക്കാൻ പറഞ്ഞു, അത് ക്ലോസ് ആക്കിയിട്ടില്ലെങ്കിൽ അവിടെ എൻ്റെ സ്റ്റാഫ് കാണുമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഞാൻ ആ ഒരു മൈലോളം എനിക്കറിയത്തില്ല, ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റായിട്ട് ഓടിയിട്ടുള്ള ദിവസമായിരിക്കും അത്. ഞാനത് ഓടി അവിടെ ചെന്നപ്പോൾ ലക്കിലി അത് ക്ലോസ് ചെയ്തിട്ടില്ലായിരുന്നു. പെട്ടെന്ന് ഞാൻ ഓടി ചെല്ലുന്ന കണ്ട അവർ പെട്ടെന്നൊരു എയർ ഹോസ്റ്റസ് ഡോറിൻ്റെ അവിടേക്ക് വന്ന് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ബാഗ് അവിടെ ഉണ്ട്. പെട്ടെന്ന് അവർ മുകളിൽ കയറി വരാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ഭദ്രമായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അതെടുത്തുകൊണ്ട് വന്നു. ഇന്നത്തെ കാലത്ത് ആലോചിച്ച് നോക്കൂ, നമ്മളിത് ഓടുന്ന കണ്ടാൽ തീർച്ചയായിട്ടും അത് ആളെ വിത്തിൻ സെക്കൻഡ്സ് എവിടുന്നൊക്കെ ഷൂട്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. എങ്കിലും അതെൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ അനുഭവമാണ്. പക്ഷേ 94 ഈ സെക്യൂരിറ്റിയെ പറ്റി ഇത്രയും കൺസേൺ ഒന്നുമില്ല. ലോകത്തിൻ്റെ അനുഭവങ്ങളൊന്നും ഇത്രമാത്രം ഭീകരമല്ലായിരുന്നുകൊണ്ട് ഞാൻ അവിടെ രക്ഷപ്പെട്ടു. അങ്ങനെ അവിടെ ആ ബാഗ് എടുത്തുകൊണ്ട് ചെന്ന് ട്രാൻസിറ്റിൽ നിന്ന് ടിക്കറ്റ് കിട്ടി. അവിടുന്ന് ഞങ്ങൾ ഖാർത്തൂം എന്ന സ്ഥലത്ത് ചെന്ന് ഇറങ്ങി. അവിടെ ഖാർത്തൂം എന്ന് പറഞ്ഞാൽ അന്ന് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദി ടഫസ്റ്റ് പോസ്റ്റിങ്സ്. അന്ന് ഇന്നത്തെ പോലെ ഇന്ത്യക്കാരും ഇല്ല അവിടെ, വളരെ റെയറായിട്ട് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അത് പണ്ടത്തെ കാലത്ത് ഗുജറാത്തിൽ നിന്ന് പോയിരിക്കുന്ന ആളുകളായിരുന്നു കൂടുതലായിട്ടുള്ളത്. അതിൽ തന്നെ അവിടെ എക്കണോമിക് വളരെ ഡൗൺഫോൾ ഉണ്ടായിട്ട് അവിടെ നിന്നുള്ള ക്രീം പ്ലെയറൊക്കെ അങ്ങ് ലണ്ടനിലേക്ക് കടന്നുപോയി, അല്ലെ UK കടന്നുപോയി. ബാക്കി പോകാൻ സാധിക്കാത്തവരും പിന്നെ പോകാൻ ആഗ്രഹമില്ലാത്ത കുറച്ച് ആളുകൾ മാത്രമേ അവിടെ ഉള്ളായിരുന്നു. ഞങ്ങളവിടെ പോയി 3 വർഷക്കാലം അവിടെ ഞങ്ങൾ സെർവ് ചെയ്തു. ഞങ്ങളുടെ ഓട്ടീസിലെ AL ഫെർണാണ്ടസിനെ കണ്ടായിരുന്നു. അവിടെ വെച്ച് എൻ്റെ കസിൻ സെന്നി അന്ന് അബുദാബിയിലാണ്. അതിനു മുമ്പ് ഭോപ്പാലിൽ വെച്ച് അവർ ഓറ്റിസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബോംബെ ഓറ്റിസിൽ ഉണ്ടായിരുന്ന ഒരു ഫെർണാണ്ടസ്, ഞങ്ങളെ ടോണി എന്ന് പറയും. അപ്പോൾ എൻ്റെ ഒരു അവിടെ അറ്റാഷേ ആയിട്ടുണ്ടായിരുന്ന മിസ്റ്റർ ശ്രീകുമാർ മേനോൻ, അദ്ദേഹം ത്രൂ ആണ് ഞങ്ങളിത് ടോണിയെ പരിചയപ്പെട്ടു. ഞങ്ങൾ സംസാരിച്ചപ്പോൾ സെന്നി പി ഉമ്മനെ അറിയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെൻ്റെ ഫസ്റ്റ് കസിനാണ്, എൻ്റെ അമ്മാച്ചൻ്റെ മോനാണ്. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു. ടോണി അവിടെ ഫാമിലി അവിടെ തനിയായിരുന്നു താമസിക്കുന്നത്. ടോണി മിക്കവാറും എംബസിയിലും ഞങ്ങളുടെ വീടും മേനോൻ്റെ വീട്ടിലൊക്കെ കടന്നു വരുമായിരുന്നു. അങ്ങനെ അദ്ദേഹവുമായിട്ട് പരിചയപ്പെട്ടു. അവിടെ ഞങ്ങൾ ക്രിക്കറ്റൊക്കെ കളിക്കാനായിട്ട് പോകുമായിരുന്നു. അപ്പം ടോണി നല്ലൊരു ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. അദ്ദേഹം എന്നെക്കാട്ടിലും കുറച്ചുകൂടെ സീനിയർ ആയിരുന്നെങ്കിലും അദ്ദേഹം നല്ല ആക്റ്റീവായിട്ട് ഉള്ള ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. ഞങ്ങൾ ഒത്തിരി സമയങ്ങൾ അവിടെ ഒരുമിച്ച് ചിലവഴിച്ചിട്ടുണ്ട്. വളരെ സുന്ദരമായ നിമിഷങ്ങളൊക്കെ ആയിരുന്നു അത്. പല പിക്നിക്കുകൾ പോകുമ്പോൾ ടോണി വാസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് അവർ ടീം. കാരണം വണ്ടിയുണ്ട്, പ്ലസ് അദ്ദേഹത്തിന് വേറെ ജോലി കഴിഞ്ഞാൽ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. അപ്പം ഒന്നുകിൽ മിസ്റ്റർ മേനോൻ്റെ കൂടെ അല്ലെ ഞങ്ങളുടെ കൂടെ എംബസിയിലെ പിന്നെ വെളിയിലൊക്കെ പോകുമ്പോൾ അദ്ദേഹം ഞങ്ങളുടെ കയ്യിൽ കാറൊന്നും ഇല്ലായിരുന്നു അന്ന്. വെളിയിൽ പോകുമ്പോൾ പുള്ളി ഞങ്ങളെ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ വളരെ നല്ലൊരു ഫ്രണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ട് ടോണിയെ പറ്റി പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് അവിടുന്ന് 94 to 99 ആയിരുന്നു എൻ്റെ അവിടുത്തെ ടെന്യൂർ. 99 വിവരം അറിഞ്ഞ് എനിക്ക് ഡയറക്റ്റ് പോസ്റ്റിംഗ് ടു എംബസി ഓഫ് ഇന്ത്യ വാഷിങ്ടൺ. അപ്പോൾ എൻ്റെ കൊളീഗ്സായിട്ടുള്ള 1-2 പേരെ എംബസി വാഷിങ്ടൺ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുള്ളവരായിരുന്നു. അപ്പം ഖാർത്തൂം ഒരു വലിയ ഹാർഡ് പോസ്റ്റിംഗ് ആയതുകൊണ്ട് ഹാർഡ് സി എന്ന് പറയാം ഞങ്ങളുടെ ഭാഷയിൽ. അവിടെ വരുന്നവരൊക്കെ ഒന്നുകിൽ സൂപ്പർ എയിൽ വർക്ക് ചെയ്തിട്ടുള്ളവരായിരിക്കും, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് സൂപ്പർ എ സ്റ്റേഷനിൽ കിട്ടാനുള്ള ചാൻസുകൾ വളരെ കൂടുതലുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അവിടെ നിന്ന് വാഷിങ്ടൺ പോസ്റ്റിംഗ് കിട്ടിയത്. എൻ്റെ കൂടെ അന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒന്നുകിൽ വാഷിങ്ടൺ, അല്ലെങ്കിൽ US, കാനഡ, അല്ലെങ്കിൽ UK ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. ലണ്ടനിൽ വർക്ക് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ വാഷിങ്ടണിൽ വർക്ക് ചെയ്തിട്ടുള്ളവർ മോസ്റ്റ്ലി അങ്ങനെ ഉള്ളവരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം എനിക്ക് അവർ ഒരു ബ്രീഫിംഗ് ഒക്കെ തന്നപ്പോൾ അവിടെ
ഡ്രൈവിംഗ് ഇല്ലാതെ അവിടെ ജീവിക്കാൻ പ്രയാസമാണ്. കാരണം അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമൊക്കെ കുറവാണ്. നമുക്ക് പേഴ്സണലി ഒരു കാർ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ അവിടെ ഓഫീസിലും മറ്റു കാര്യങ്ങൾക്കും സാധിക്കുകയുള്ളൂ എന്നറിയുന്നതുകൊണ്ട് എനിക്കന്ന് ഡ്രൈവിംഗ് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. ടോണിയാണ് ആക്ച്വലി ഒരു ദിവസം കാറ് കൊണ്ടുവന്നു. ടോണിയുടെ കാറിൽ ഞാൻ കയറി അവിടെ ഒരു സ്ഥലത്തൊരു ലോൺലി പ്ലേസിൽ പോയി, അത് കണ്ട ഒരു കാട് പോലെ ഇരിക്കുമായിരുന്നു. അവിടെ പോയി 1 മണിക്കൂറോളം ഡ്രൈവ് ചെയ്ത് അതിനുശേഷം പിറ്റേ ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ 5:30 രാവിലെ വരാം, ഒരു ഓപ്പൺ റോഡിൽ കൂടി നമുക്ക് ഡ്രൈവ് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അത് എസ്പെഷ്യലി റൗണ്ട് അബൌട്ട് അദ്ദേഹം കൊണ്ടുവന്നു. ഞാൻ ഓടിച്ചുകൊണ്ടൊക്കെ പോയി. അതിനുശേഷം ഞങ്ങൾ നവംബറിൽ നാട്ടിൽ പോയി. നാട്ടിൽ നിന്ന് നേരെ വാഷിങ്ടണിൽ ചെന്നു. ഞാനവിടെ ചെന്നൊരു കാറൊക്കെ വാങ്ങി ഞാൻ അവിടെ ലൈസൻസൊക്കെ എടുത്തപ്പം ഞങ്ങൾ ഡിപ്ലോമാറ്റിക് ഇതായതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ സ്കിൽ ടെസ്റ്റ് ഇല്ല. നമ്മുടെ ഐ ടെസ്റ്റ് ആൻഡ് നോളജ് ടെസ്റ്റ് കഴിഞ്ഞു. അതെല്ലാം പാസ്സായി. എനിക്ക് ലൈസൻസ് കിട്ടി കഴിയുമ്പോൾ ഡിപ്ലോമാറ്റിക് ലൈസൻസാണ്. അത് കിട്ടിക്കഴിയുമ്പോൾ കാറ് വാങ്ങി അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ടാണ് എൻ്റെ വീട്ടിൽ കൊണ്ടുത്തന്ന അന്ന് തന്നെ ഞാൻ വീട്ടിൽ വന്നു. അന്ന് എൻ്റെ അമ്മച്ചിയും അവിടെ ഉണ്ട്. എൻ്റെ സിസ്റ്റർ ന്യൂയോർക്കിലുണ്ടായിരുന്നു. ആ സിസ്റ്റർ മരിച്ചതിന് ശേഷം അമ്മച്ചി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അന്നേരം അതിന് ഫെബ്രുവരിയിലാണ് അമ്മച്ചി നാട്ടിൽ പോയത്. അപ്പം ഞാൻ ഈ ഒരു 5:30 ആയപ്പോൾ ഈ കാർ എടുത്തുകൊണ്ട് ഒറ്റ പോക്ക് പോയിട്ട് ഒരു 2 മണിക്കൂർ അവിടെയുള്ള നെയ്ബർഹുഡിലെല്ലാം ഞാനിങ്ങനെ ഓടിച്ചുകൊണ്ട് നടന്നു. അപ്പോൾ അന്ന് മൊബൈലൊന്നുമില്ല. 2 മണിക്കൂറായി. അമ്മച്ചിയും എൻ്റെ വൈഫും ഒക്കെ വളരെ ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുകയാണ്. എന്ത് പറ്റി, എങ്ങോട്ട് പോയി, അവർക്ക് എന്ത് ചെയ്യാനൊക്കെ എവിടെ പോയെന്ന് അറിയത്തില്ല. ഒരു 2-2.5 മണിക്ക് കഴിഞ്ഞപ്പോൾ ഞാനൊരു വിജയശ്രീ ലാളിതനായിട്ട് കാറിനെയൊക്കെ മെരുക്കി കൊണ്ടുവന്ന് പിറ്റേ ദിവസം മുതൽ ഞാൻ ഓഫീസിൽ പോകാൻ തുടങ്ങി. അങ്ങനെ ഖാർത്തൂം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ നോക്കിയാൽ വളരെ ടഫായിട്ടുള്ളൊരു പോസ്റ്റിംഗ് ആയിരുന്നെങ്കിലും ഇപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ 6 രാജ്യങ്ങളിലും 7 മിഷനുകളിലും വർക്ക് ചെയ്തെങ്കിലും അല്ലാതെ മറ്റു പല രാജ്യങ്ങളിൽ ഒഫീഷ്യലി വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നും ഖാർത്തൂമിലെ പോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അതൊരു മധുരകരമായ അനുഭവമാണ്. ഞങ്ങളെപ്പോഴും ഓർക്കുന്ന ഒരു സംഗതിയാണ്. പലരും ഞങ്ങളോട് ചോദിക്കാറുണ്ട് ഏതായിരുന്നു ഏറ്റവും നല്ലത്. ഓരോ രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള പ്ലസ് ആൻഡ് മൈനസ് പോയിന്റുകളുണ്ട്. അത് നമ്മൾ അതിൻ്റെ ആ മൈനസ് പോയിന്റിലേക്ക് മാത്രം നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. എന്നാൽ നമ്മൾ ആ സ്ഥലത്തെ നന്മകളെയും ആ സ്ഥലത്തെ നമുക്കുള്ള പ്രത്യേകമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ അനുഭവിക്കുകയാണെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും വളരെ അനുഗ്രഹപ്രദമായിട്ടൊരു സംഗതിയായിരിക്കും. അതിനുശേഷം ഇന്നും ഞാൻ പറഞ്ഞതുപോലെ ഖാർത്തൂം തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു അനുഭവം. ഞങ്ങൾ ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് വാഷിങ്ടണിലേക്കാണ്. അവിടെ 3 വർഷക്കാലം ജോലി ചെയ്തു. അവിടെ വളരെ ബിസി ലൈഫായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ വളരെ കുഞ്ഞുങ്ങളായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന അന്ന് എനിക്ക് 3 കുഞ്ഞുങ്ങളായി. ഒരു മോളുമായിട്ടാണ് ഞാൻ ഖാർത്തൂമിൽ പോയത്. അവിടെ 2 കുഞ്ഞുങ്ങൾ കൂടി ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ 3 കുഞ്ഞുങ്ങളുമായിട്ടാണ്. എൻ്റെ ഇളയ മകൻ അന്ന് ഞങ്ങൾ വാഷിങ്ടണിൽ ചെല്ലുമ്പോൾ 8 മാസം മാത്രം പ്രായമേ ഉള്ളൂ. അവിടെ ഞങ്ങൾ ഈ രാജ്യങ്ങളിലൊക്കെ അനുഭവിച്ച് ഞങ്ങൾക്ക് 12th വരെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോയി പഠിപ്പിക്കാം. അതിനുള്ള ഫെസിലിറ്റിയൊക്കെ ഗവൺമെൻറ് തരും. പക്ഷേ ഒരു പ്രശ്നം, ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോഴിരുന്ന് ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ ടഫ്നെസ്സൊക്കെ മനസ്സിലാകുന്നത്. കാരണം കുഞ്ഞുങ്ങൾ അനുഭവിച്ചിരിക്കുന്ന പ്രയാസം വെളിയിൽ നോക്കുമ്പോൾ വളരെ സന്തോഷമാണ്. ഇങ്ങനെ ഫാമിലിയായിട്ട് ഗവൺമെൻറ്റിൻ്റെ ചിലവിൽ ഗവൺമെൻറ് എല്ലാ ഫെസിലിറ്റിയും തരുന്നു, നമ്മൾ വിവിധ രാജ്യങ്ങളിൽ പോകുന്നു. പക്ഷേ ആ കുഞ്ഞുങ്ങൾ അവരവിടെ ചെല്ലുമ്പോൾ ഒരു പുതിയ രാജ്യം, പുതിയ കൾച്ചർ, പുതിയ ഫ്രണ്ട്സ്, പുതിയ ടീച്ചർ, പുതിയ സ്കൂള്, പുതിയ സിലബസ്, അതൊക്കെ വളരെ റിയൽ ടഫാണ്. പക്ഷേ അതിൻ്റെ ഒരു ഗുണം, ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ കുഞ്ഞുങ്ങളൊക്കെ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആൻഡ് അവർ കുറച്ചുകൂടെ ബോൾഡായിട്ടും കാര്യങ്ങളെയൊക്കെ കുറച്ചുകൂടെ ഫേസ് ചെയ്യാനായിട്ടുള്ള ധൈര്യവും അതിനുള്ള കഴിവും അവർക്ക് ലഭിക്കുന്നു എന്നുള്ളത്. അത് ഈ ജീവിതത്തിൽ അവർ ഈ ഫേസ് ചെയ്യുന്ന വേരിയസ് പ്രോബ്ലംസ് അവർ സോൾവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് സ്വയമായിട്ട് ആർജിക്കുന്ന ഒരു കാര്യമാണ്. അത് ലേറ്റർ ഓൺ ആണ്, നമ്മൾ പല സിറ്റുവേഷൻ വരുമ്പോഴാണ് നമുക്ക് അതിനുള്ള ഒരു ഗുണം മനസ്സിലാകുന്നത്. ഞങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും പല രീതിയിലുള്ള ആളുകൾ, പല കൾച്ചർ, പല ഡിഫറെൻ്റ് ആറ്റിറ്റ്യൂഡുള്ളവർ,
അങ്ങനെയുള്ള ആളുകളുമായിട്ടൊക്കെ ഇടപെടുന്നതുകൊണ്ട് ഇന്നും നമ്മൾ ഒരു കോമൺ ആയിട്ട് ഇങ്ങനെ നമ്മുടെ ഞങ്ങൾ റിട്ടയറൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിക്കുമ്പോൾ പല രീതിയിലുള്ള ആളുകളെ ഡീൽ ചെയ്യാനും അതിനൊക്കെയുള്ള നമുക്ക് അതിനുവേണ്ടി പ്രത്യേകമായി പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ കൂടി കടന്നു വേരിയസ് പ്രോബ്ലംസ് ഫേസ് ചെയ്യുമ്പോൾ നമുക്കത് ലഭിക്കുന്ന ഒരു സംഗതിയാണ്. അതിനുശേഷം ഞങ്ങൾ വാഷിങ്ടണിൽ നിന്ന് ഡൽഹിയിലേക്ക് കടന്നു. അവിടെ 3 വർഷക്കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ യമൻ എന്ന് പറയുന്ന ഇന്നത്തെ യമൻ അല്ല, അന്നത്തെ യമൻ വളരെ ശാന്തമായിട്ടുള്ള യമനായിരുന്നു. അന്ന് പ്രോബ്ലംസ് ഒന്നും ഇങ്ങനെ ഇല്ലായിരുന്നു. ഞങ്ങൾ അവിടെ 3 വർഷക്കാലം ജോലി ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് മോസ്കോയിലേക്ക്, അത് എൻറ്റയർലി ഡിഫറെൻറ്റ്, മോസ്കോയിലേക്ക് പോയി. അവിടെ മോസ്കോയിലാണ് എൻ്റെ മൂത്ത മകൾ 12th കഴിഞ്ഞത്. ബാബു വെളിച്ചക്കുറവുണ്ട്, നമുക്ക് ആകത്തില്ല സംസാരിക്കാതെ. ഓക്കെ.